നമഃ ശിവായ. ഓം ശക്തി പരാശക്തി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് പറയാനുള്ളത് ഭാഗം 59 സോമവാര വ്രത മഹാത്മ്യത്തെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ. നമ്മുടെ ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ക്രൂരതകൾ നടക്കുന്നുണ്ടല്ലേ. പലതരത്തില് സ്ത്രീകളെയും പല രീതിയിൽ ദ്രോഹിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്ത്രീകളെ വധിക്കാൻ വരെ കൂട്ടാക്കാത്തവരാണ് നമ്മുടെ ഭൂമിയിലുള്ളത് അല്ലേ. ചിലർ സ്ത്രീധനത്തിന്റെ പേരിൽ വളരെയധികം ദ്രോഹിക്കുന്നവരുണ്ടല്ലേ. എന്ത് ക്രൂരതയും എന്ത് ക്രൂരത ചെയ്തിട്ടായാലും എന്ത് ഇതായിട്ടായാലും നമുക്ക് എന്ത് നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ കൂടുതലായിട്ടുള്ളത് ഈ ഭൂമിയിൽ. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ക്രൂരത വേണമെങ്കിലും ചെയ്യും. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്വത്തുക്കളോ പണമോ സ്വർണമോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് പെൺകുട്ടികളെ ദ്രോഹിക്കും അല്ലേ. ഇങ്ങനെയുള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള നരകമാണ് വിധിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഓരോ സ്ത്രീകളെ കൊണ്ട് ചിലപ്പോൾ തെറ്റ് ചെയ്യിപ്പിക്കുന്നത് പോലും ഈ പുരുഷന്മാരായിരിക്കും. അവരെ തെറ്റിലേക്ക് തള്ളിവിടുന്നത് പോലും ഈ പുരുഷന്മാരായിരിക്കും അല്ലേ. കാരണം അവരുടെ ആ സ്വഭാവം കൊണ്ട്. അപ്പം ഇങ്ങനെ തെറ്റിലേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളോട് ക്രൂരമായിട്ട് പെരുമാറുന്നവരായിട്ട്, ദ്രോഹങ്ങൾ ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്ക് തീർച്ചയായിട്ടും നരകയാതനകൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ദയവ് ചെയ്തിട്ട് സ്ത്രീകളോട് ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കുക. സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അത്രയും വലിയ പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോ പല പെൺകുട്ടികളും വിവാഹത്തിന് തയ്യാറാകാത്ത കാര്യവും പല കാര്യങ്ങളും ഓരോന്നും ഭൂമിയിൽ കാണുന്നുണ്ട്. അവര് കാണുന്നുള്ളത് കൊണ്ടാണ് അവര് വിവാഹത്തിന് പോലും തയ്യാറാവാൻ കൂട്ടാക്കാത്തത്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ ദ്രോഹിക്കുന്നവര്, സ്ത്രീകളോട് അത്രയും വലിയ ക്രൂരത ചെയ്തവരോടൊന്നും നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുകയില്ല അല്ലെ. അത് ഒരു ഭഗവാനും ഭഗവതി ആരും ക്ഷമിക്കില്ല. അങ്ങനെയുള്ളവന്മാരോടൊന്നും ഒരിക്കലും ക്ഷമിക്കരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. എത്രയൊക്കെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കാൻ കഴിയാത്തത്ര ക്രൂരതയായിരിക്കും അവർ നമ്മളോട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതിന്റെ തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം. പിന്നീട് ഈ പറയുന്നവന്മാർ ഈ ഭൂമിയിലേക്ക് വരരുത്. ഈ ഭൂമിയിലേക്ക് വീണ്ടും ജന്മം എടുത്ത് വന്നിട്ട് വീണ്ടും ഒരു പെൺകുട്ടിയുടെ കണ്ണീര് വീഴ്ത്താൻ, അല്ലെങ്കിൽ വീണ്ടും ഒരു പെൺകുട്ടിയുടെയും ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെയും കണ്ണീര് വീഴ്ത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവന്മാർ ഈ ഭൂമിയിലേക്ക് വന്ന് ജനിക്കരുത്. ഒരിക്കലും അവന്മാരെ ഒരാണായിട്ട് വന്ന് ഈ ഭൂമിയിൽ പിന്നീട് ജനിക്കരുത് അങ്ങനെയുള്ളവര്. മനസ്സിലായി? അപ്പൊ ഒരു പെണ്ണിന്റെ ദുഃഖം എന്താണെന്നും ഒരു പെണ്ണ് അനുഭവിച്ച വേദന എന്താണെന്നും, ഒരു പെണ്ണായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും, എന്തെല്ലാം അപവാദങ്ങൾ ചില സമയങ്ങളിൽ കേൾക്കേണ്ടി വരുമെന്നും, എന്തെല്ലാം ഇല്ലാവചനങ്ങൾ, ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഇല്ലാവചനങ്ങൾ കേൾക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവർ മനസ്സിലാക്കണം. അതിന് അവര് പിന്നീട് അടുത്ത ജന്മത്തില് ഒരു പെണ്ണായിട്ട് വന്ന് ജനിച്ചിട്ട് അവരിത് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിക്കേണ്ടി വരണം. എങ്കിൽ മാത്രമേ അവരത് മനസ്സിലാക്കുകയുള്ളൂ. എന്താണ് ഒരു പെൺകുട്ടിയുടെ എന്താണ് ഒരു പെണ്ണായിട്ട് ജനിച്ചാലുള്ള ദുഃഖങ്ങൾ എന്നുള്ളത് അവർ മനസ്സിലാക്കുകയുള്ളൂ. നമ്മളിപ്പോ ഒരു തെറ്റും ചെയ്യുന്നുണ്ടാവത്തില്ല, പക്ഷെ എന്നാൽ കൂടി നമ്മളെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കാനായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കല്ലേ കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ FB ഉണ്ടെങ്കിൽ നമ്മളെ FB തന്നെ എന്താണ് പബ്ലിക് ആക്കി ഇടും. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ആരെങ്കിലും ഒക്കെ കേൾക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പബ്ലിക് ആയിട്ട് ഇടും. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ മാത്രമായിരിക്കും ഞാൻ ചിലപ്പോൾ ഫോളോ ചെയ്യുന്നത്. എന്നാൽ അതിൽ ഒരുപാട് ഫോളോവേഴ്സ് വരും. അപ്പൊ ഇത് അവരെടുത്ത് നോക്കിയിട്ട് പറയും എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ പറയും, തെറ്റായിട്ട് പറയും. അപ്പൊ ഇതാണ് സമൂഹം എന്ന് പറയുന്നത്. നമുക്ക് ഈ നമ്മളെ ഫോളോ ചെയ്യുന്നവർ ആരാണെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും നമ്മുടെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ലാത്തവരായിരിക്കും അവരൊക്കെ. മനസ്സിലായോ? നമ്മുടെ സ്വപ്നത്തിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്തവരായിരിക്കും ഈ പറയുന്ന FBയിൽ വരുന്നവന്മാരെന്ന് പറയുന്നത്. നമുക്ക് അറിയത്തുകൂടിയില്ലായിരിക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പരിചയമില്ലാത്തവരായിരിക്കും നമ്മളെ വന്ന് ഫോളോ ചെയ്യുന്നത് അല്ലേ. അതിപ്പോ ഇൻസ്റ്റഗ്രാമിലായാലും അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്തവരായിരിക്കും നമ്മളെ വന്ന് ഫോളോ ചെയ്യുന്നത്. അവര് നമുക്ക് മെസ്സേജ് അയക്കും,
എന്നാൽ നമ്മൾ ഈ മെസ്സേജ് എടുത്ത് നോക്കുന്ന പോലും ഇല്ലായിരിക്കും, നമ്മൾ റീപ്ലൈ പോലും കൊടുക്കാറില്ലായിരിക്കും. അപ്പോൾ എന്നിട്ട് കൂടി നമ്മുടെ ഫോളോയിങ് പോലെ 0. എൻ്റെ ഈ ഇൻസ്റ്റഗ്രാമിൽ 0 ആണ് ഫോളോയിങ്. FBയിലാണെങ്കിൽ ഞാൻ ആകെ സ്ത്രീകളെ മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ ഇഷ്ടം പോലെ പുരുഷന്മാർ വന്ന് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരെ ഒന്നും എനിക്ക് അറിയുക പോലും ഇല്ല. ഇവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചാൽ പോലും ഞാൻ ഇതൊന്നും എടുത്ത് നോക്കാറ് പോലും ഇല്ല. മനസ്സിലായോ? പക്ഷെ കാണുന്ന വിചാരിക്കും നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, നമ്മളെ ഇവരെല്ലാം ഫോളോ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? നമ്മളെ ഫോളോ ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണും, അതുകൊണ്ടായിരിക്കും നമ്മളെ അവർ ഫോളോ ചെയ്യുന്നത് അല്ലേ? അല്ലാതെ നമ്മൾ പറഞ്ഞ് ഇതാക്കിയിട്ടോ നമ്മളെ അറിയാവുന്നവരോ ആയിരിക്കില്ല നമ്മളെ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ബഹുജനം എന്ന് പറയുന്ന പല വിധമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വൃത്തികെട്ട മനസ്സുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അല്ലേ? ഒരു പെണ്ണിനെ കുറിച്ച് പെൺകുട്ടികളെ കുറിച്ച് എന്ത് ചെയ്താലും അതിന് കുറ്റം കണ്ടുപിടിക്കും. എന്ത് കാര്യം ചെയ്താലും കുറ്റം. ഇനി ഒരു റീൽ ഇട്ടാൽ തന്നെ അതിനും കുറ്റം കണ്ടുപിടിക്കും. റീല് ചിലപ്പോൾ മാന്യമായിട്ടുള്ള രീതിയിലുള്ള റീലായിരിക്കും. ഒരു സാരി ഉടുത്തോ അല്ലെങ്കിൽ ചുരിദാർ ഇട്ടോ ഒക്കെ അവർ ഡാൻസ് കളിച്ചോ പാട്ട് പാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വയലിൻ്റെ അവിടെ പോയി നിന്ന് അവർ ചെയ്യുമായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ജോലിയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പെൺകുട്ടികൾക്കായാലും. അതുകൊണ്ടാണ് അവര് എന്തെങ്കിലും പൈസ എന്തെങ്കിലും കിട്ടിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വല്ലതും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ ആ കുട്ടികൾ ഇങ്ങനെ റീലൊക്കെ ഇടുന്നത്. ആ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ടൊക്കെ അവൾ ശരിയല്ല, അവൾ ഒരു റീലിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാരി ഉടുത്ത് ഒരു റീലിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചുരിദാർ ഇട്ട് ഒരു റീലിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റീലിട്ട് കഴിഞ്ഞാൽ ഉടനെ പറയാം ആ കുട്ടി ശരിയല്ല. അതിന്റെ അപ്പുറം കൊള്ളാത്ത വസ്ത്രങ്ങൾ ധരിച്ച് റീൽ ചെയ്യുന്നവരുണ്ട്, അവരെ കുറിച്ച് നിങ്ങൾ പറയും. അല്ലാതെ ഈ പെൺകുട്ടികളെ കുറിച്ച് എന്തിനാണ് പറയുന്നത്? അവരുടെ ജോലിയാണത്. അവർക്ക് ചിലപ്പോൾ ജോലി കിട്ടുന്നില്ലായിരിക്കും, അവർക്ക് മറ്റുള്ള ജോലി ചെയ്യാൻ പോകാൻ അവർക്ക് താല്പര്യമില്ലായിരിക്കും. അതുകൊണ്ട് അവർ കലാപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ റീലായിട്ട് അവർ കാണിക്കുന്നു. അതിലെന്താ തെറ്റ്? അതിലൊരു തെറ്റുമില്ല. അങ്ങനെയുള്ള കുട്ടികളെ എന്തിനാണ് കുറ്റം പറയേണ്ട ആവശ്യം? അപ്പൊ പെൺകുട്ടികളെ എല്ലാവരും എപ്പോഴായാലും അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിൽ നമ്മൾ നിന്ന് കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടുന്നില്ല, കിട്ടാത്ത മുന്തിരി പുളിക്കുക എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ കിട്ടാത്ത മുന്തിരി പുളിക്കുക എന്നുള്ളത് പോലെ അവരെ കിട്ടുന്നില്ലെന്ന് അറിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സമൂഹത്തിന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ബഹുജനം എന്ന് പറയുന്ന പല വിധമാണ്. അപ്പൊ നമ്മൾ ഇതിനൊന്നും മൈൻഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടികളെ കുറിച്ച് അപവാദങ്ങൾ പറയാതിരിക്കുക. ഇനിയെങ്കിലും ഒരു പെൺകുട്ടികളെയും ദ്രോഹിക്കാതിരിക്കുക. വിവാഹം കഴിച്ചുകൊണ്ട് പോയിട്ടാണെങ്കിലും ഒരു പെൺകുട്ടികളെയും ദ്രോഹിക്കാതിരിക്കുക. ഇത് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. മറ്റ് മതസ്ഥരെ, ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ ആയാലും മുസ്ലിംസിന്റെ ആയാലും അവരുടെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാരോട് അത്രയും സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, അത്രയും നല്ല രീതിയിലാണ് അവർ നോക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കണ്ട് പഠിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഹിന്ദുസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാനോ, ഈ പള്ളിയിലച്ചന്മാരെ പോലെയൊക്കെ ഇതൊന്നും പറഞ്ഞു കൊടുക്കാനോ, അല്ലെങ്കിൽ അവരെ ഇതൊക്കെ കുടുംബ സംഗമങ്ങൾ നടത്തിയിട്ട് ഇതിനെക്കുറിച്ച് ബോധവൽക്കരണങ്ങൾ നടത്താനോ, എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ ഭാര്യയോട് പെരുമാറേണ്ടതെന്നോ അല്ലെങ്കിൽ സ്നേഹിക്കേണ്ടതെന്നോ, കുടുംബം എങ്ങനെ ഐക്യതയോടെ കൊണ്ടുപോകണോ, ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെയാണ് അവര് ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെയുള്ള ജീവിതമാണ് നമ്മുടെ ഹിന്ദുസിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല കുടുംബങ്ങളിലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാവുന്നതും പല കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാകുന്നതും പല സ്ത്രീകൾക്കും പല രീതിയിലുള്ള ക്രൂരതകളും പല രീതിയിലുള്ള മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു അമ്മയാണ്, സഹോദരിയാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ദേവീ സ്വരൂപമാണ്, അല്ലെങ്കിൽ ആ ദൈവിക സ്വരൂപമാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് സ്ത്രീയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കെയർ ചെയ്യാനും പഠിക്കാന്നുള്ളതാണ്. അതാരായാലും അത് ചെയ്യാന്നുള്ളതാണ്. അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തിനെ ആയാലും നമ്മുടെ കുടുംബത്തിലെ ആയാലും നമുക്ക് സ്വസ്ഥതയും സമാധാനവും സ്നേഹവും കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. ഇപ്പൊ കൂടുതലായിട്ട് ഹിന്ദു പെൺകുട്ടികളൊക്കെ വിവാഹം കഴിക്കാൻ പേടിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ്. പലതരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികളും ഇപ്പൊ വിവാഹം കഴിക്കാൻ തന്നെ ഭയപ്പെടുന്ന കാര്യം അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു അച്ചടക്കവും ആ ഒരു സ്നേഹവും കരുണയും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള കാര്യങ്ങളും കൂടി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ദേഷ്യപ്പെടരുതെന്ന് പറയുന്നില്ല. ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടേണ്ടവരെടുത്ത് ആ ദേഷ്യപ്പെടേണ്ട സാഹചര്യത്തിൽ ദേഷ്യപ്പെടുക എന്നുള്ളതാണ് ആണുങ്ങൾക്ക് ഉത്തമം. അല്ലാതെ ദേഷ്യം മുഴുവനും ഭാര്യയോട് കാണിക്കുക എന്നുള്ളതല്ല ആണുങ്ങളുടെ ഇതെന്ന് പറയുന്നത്. മനസ്സിലായോ? പക്ഷേ ഇവര് പുറത്തും കാണിക്കും ദേഷ്യം, അകത്തും കാണിക്കും ദേഷ്യം, ഭാര്യയോടും കാണിക്കും ദേഷ്യം. അങ്ങനെ ആവരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ കാണും, പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം തീർക്കേണ്ട അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുടെ ടെൻഷൻസ് മുഴുവൻ തീർക്കേണ്ടത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ മേൽക്കല്ല.
മനസ്സിലായോ? സ്ത്രീ അല്ലെങ്കിൽ ഭാര്യമാരുടെ മേൽക്കല്ല തീർക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത്രയും ഒരു അധപ്പതിച്ചു പോയി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, നിങ്ങളോട് തുറന്നു പറയുകയാണ്, ഇത്രയും അധപ്പതിച്ചു പോയൊരു മതം എന്ന് പറയുന്നത് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എല്ലാ ഹിന്ദുസിനെയും ഞാൻ പറയുന്നില്ല. ഈ ബ്രാഹ്മിൺസ് കുടുംബത്തിലൊക്കെ അവർ നല്ല രീതിയിൽ തന്നെയാണ് അവരുടേതായിട്ട് ചിട്ടകൾ അനുസരിച്ച് അവർ പോകുന്നവരുണ്ട്. അതുപോലെ പല ഇതിലും പല ഹിന്ദുസിലും ഹിന്ദു കുടുംബത്തിൽ അതിൻ്റെതായ ചിട്ടകൾ അനുസരിച്ച് പോകുന്നവരുണ്ട്. പക്ഷേ കുറേയൊക്കെ ക്ഷത്രിയ കുടുംബമൊക്കെ ആയിട്ട് അങ്ങനെ വരുന്ന സമയത്തായാലും കുറേയൊക്കെ കുറച്ച് ഏരിയാസിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് സമൂഹത്തിലുള്ള ആൾക്കാരായാലും കുറേ പേര് ഇതേപോലെ എന്താ പറയുക, അവർ ദേഷ്യം, അവരുടെ ആങ്സൈറ്റി, അവരെ ആ ഒരു ഇതെന്ന് പറയുന്നത് മാറിയിട്ടില്ല. വളരെയധികം ക്രൂരമായിട്ടാണ് വീട്ടിലുള്ള സ്ത്രീകളോട് വളരെയധികം ക്രൂരമായിട്ട് പെരുമാറുന്ന ആണുങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. മദ്യപിച്ചിട്ട് വന്നിട്ട് ഉപദ്രവിക്കുന്നവരുണ്ട്, പല രീതിയിൽ ഉപദ്രവിക്കുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ മുഴുവൻ ഭാര്യയുടെ മേലേക്ക് തീർക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട്. പക്ഷെ ഈ സ്ത്രീജനങ്ങളൊന്നും ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ ആ ടോർച്ചറിങ്ങുകളും അവരുടെ ആ ഒരു വിഷമങ്ങളും അവരുടെ ഭർത്താവ് അവരോട് കാണിക്കുന്ന ദ്രോഹങ്ങളും അവരുടെ ഭർത്താവ് അവർക്ക് സ്നേഹം കൊടുക്കാതിരിക്കുന്ന കാര്യങ്ങളും കെയർ കൊടുക്കാതിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അവർ മനസ്സിൽ ഉള്ളിൽ ഒതുക്കി അവർ ഓരോ നിമിഷവും ഉരുകി അവർ കരഞ്ഞു തീർക്കുകയാണ്. അവരിതൊന്നും ആരോടും പറയുന്നില്ല. ഇവൻ ഒരു ഇതിന്റെ അധികാരപ്പെട്ട ഓരോ കരയോഗങ്ങളുണ്ട്, SNDPയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കരയോഗങ്ങളുണ്ട്, NSS, ഇപ്പം നായേഴ്സിന്റെയാണ് NSS, ഇവിടെയൊക്കെ ചെന്ന് പറഞ്ഞാൽ പോലും അവർ വന്ന് ഉപദേശിച്ചു വിടും. വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയും. ഇപ്പം കേസ് കൊടുത്തു കഴിഞ്ഞാലും അതും ഇങ്ങനെ തന്നെയായിരിക്കും. കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് വരും, പോലീസ് വന്നിട്ട് കുറച്ച് സംസാരിച്ച് ഇവനെ ക്ലിയർ ചെയ്തെന്ന് കരുതിയിട്ട് പോകും. പക്ഷെ വീണ്ടും അവസ്ഥ ഇത് തന്നെയായിരിക്കും. മനസ്സിലായി? അപ്പം ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം സ്ത്രീകളെ ഇങ്ങനെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അത് ആരായാലും എന്തിന്റെ പേരിലായാലും ഏതായാലും എന്ന് പറഞ്ഞിട്ട് മറ്റ് മതത്തിലൊന്നും അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, എല്ലായിടത്തും കാണും. പക്ഷെ ഈ ഹിന്ദുസിലോട്ട് വരുമ്പോൾ അത് കുറച്ച് കൂടുതലാണെന്നുള്ളതാണ്. മനസ്സിലായോ? കാരണം അവർക്ക് ഈ കൊച്ചിലെ മുതലേ ഇത് പറഞ്ഞു കൊടുത്ത് വളർത്താനല്ല, അവരെ വെട്ടാനും കുത്താനുമാണ് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത്. ഈ ക്ഷത്രിയ വംശത്തിലുള്ളവരായാലും പണ്ട് കാലങ്ങളിലായാലും അങ്ങനെയാണ്. ഇവരെ വെട്ടാനും കുത്താനും ഇവരെ മദ്യപിക്കുക, ഇവരെ എന്താ പറയുക, കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ അഴിച്ചുവിട്ടുള്ള ജീവിതമാണ്. ഇവര് തോന്നിയതുപോലെ പോകും, ചീട്ട് കളിച്ച് നടക്കും, പിന്നെ തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ പോകും, വല്ല വയൽ വരമ്പിൽ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു കള്ള് കുടിക്കും, ചീട്ട് കളിക്കും. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ കുരുതി, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവർക്ക് പറഞ്ഞ് പഠിപ്പിക്കുന്നത് തന്നെ. ഇവരെ ചോര, എന്താ പറയാ, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പം ഈ കലുഷിതമായിട്ടുള്ള ഇതാണ് കുഞ്ഞുനാൾ മുതലേ ഇവർ കണ്ടു വളർന്ന് ഇവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഒരു നേരായ വഴി ഉണ്ടാവുന്നത്? ഇവര് ക്ഷത്രിയ വംശർ അതൊക്കെ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവരെ ഇതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ബുദ്ധൻ പോലും വന്നിട്ട് ഈ പല കാര്യങ്ങളും വേദങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് സമാധാനത്തിന്റെ പാതയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതുകൊണ്ടായിരിക്കാം. കാരണം കലികാലം കൂടെ ആകുമ്പോൾ കൂടുതൽ ദേഷ്യം എല്ലാവർക്കും വർദ്ധിക്കുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ ദേഷ്യമുള്ളവർ കുറെ കൂടെ ദേഷ്യം കാണിച്ചിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. ഇവരുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ, ആ ഒരു സ്നേഹ മനോഭാവം എങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറയുന്ന ചിലപ്പോൾ ദേവീ ഭാവത്തിലിരിക്കുന്നവർക്ക് പോലും ഇങ്ങനെ ദേഷ്യപ്പെടുന്നവരെയായിരിക്കും ഇഷ്ടം. കാരണം അവരുടെ കൂടെ നിൽക്കാൻ അവർക്ക് ദേഷ്യപ്പെടുന്നവരെയാണ് വേണ്ടത് എന്ന് കരുതിയിട്ട് അവർ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ജനിച്ചിട്ട് സ്ത്രീജനങ്ങളെ ദ്രോഹിക്കുന്ന, ഭാര്യനെ ഉപദ്രവിക്കുന്നു, വധിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? അത് ഇപ്പൊ മരിച്ചതിന് ശേഷം ഇപ്പൊ ഭദ്രാദേവിയുടെ കൂടെ നിൽക്കുമ്പോൾ അവിടെ പോയി ദേവിയുടെ കൂടെ നിന്ന് വാളെടുക്കാനും ഈ ദുഷ്ടാത്മാക്കളെ ഓടിക്കാനും അങ്ങനെയൊക്കെ അതിനു വേണ്ടിയിട്ട് ദേഷ്യം ഉപയോഗിക്കുന്ന ഇത് തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളിടത്ത്, അതായത് നമ്മുടെ ശത്രുക്കളോട് അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ദേഷ്യപ്പെടുന്നതിനോ നമ്മുടെ ന്യായത്തിന് വേണ്ടിയിട്ട് ധർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നതോ തെറ്റില്ല.
മനസ്സിലായോ? പക്ഷെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ആരെയായാലും. ചിലരുണ്ട്, ചിലർ എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ, അടി ഉണ്ടായി കഴിഞ്ഞാൽ തല വെട്ടിക്കീറും, ചിലർ കൊടുവാളെടുത്ത് വെട്ടും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെയൊക്കെ ദ്രോഹങ്ങൾ ഇങ്ങനെയൊക്കെ അത്രയും ക്രൂരത ചെയ്യുന്നവരുണ്ട് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത്. അങ്ങനെ പല അയൽപക്കക്കാർ പോലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കുറെ ന്യൂസിലായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കലുഷിതമായിട്ടുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അത് നെഗറ്റീവാണ്. അത് കലുഷിതമായിട്ടുള്ളതിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും കലുഷിതമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ കലുഷിതം മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ക്ഷമിക്കരുതെന്ന് പറയുന്നില്ല. നമ്മളോട് ദ്രോഹം ചെയ്തവരോട് നമുക്ക് ക്ഷമിക്കുന്നത് തെറ്റില്ല. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവരോടും ആ ദേഷ്യം കാണിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നതിന് അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മുടെ കൂടെ നമുക്ക് സഹായം ചെയ്യുന്നവരാണ് നമ്മുടെ ഭാര്യ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരോട് ഇങ്ങനെ വിവിധം കുടിച്ചിട്ട് വന്നിട്ടായാലും അല്ലാതെയുള്ള രീതിയിലായാലും ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അല്ലാതെ ദേഷ്യപ്പെടേണ്ടടുത്ത് നിങ്ങൾ ദേഷ്യപ്പെട്ടോളൂ. പുറത്ത് നിങ്ങളോട് ദേഷ്യപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഇത് വരുന്നെങ്കിൽ നിങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ദേഷ്യപ്പെടാം, അതിൽ പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വീടിനകത്തോ ആ ഒരു ക്യാരക്ടർ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? വീട്ടിൽ ആ ഒരു സ്നേഹം, ഭാര്യയെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പലർക്ക് ഇല്ല. പലരും പല രീതിയിലാണ്. ചിലർ സമൂഹത്തിൽ നല്ല മാന്യനായിട്ടിരിക്കും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദേഷ്യവും ബഹളങ്ങളും, സ്നേഹമായിട്ട് പെരുമാറിയാലും ദേഷ്യം, അങ്ങനെയുള്ള ക്യാരക്ടറായിരിക്കും. ചിലർ സമൂഹത്തിലും ദേഷ്യമായിരിക്കും, വീട്ടിലും ദേഷ്യമായിരിക്കും. അപ്പം ഈ ദേഷ്യം എന്ന് പറയുന്ന, ഈ ക്രോധം എന്ന് പറയുന്നതാണ് എല്ലാത്തിനും നാശം സംഭവിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതില്ലാതാക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഹിന്ദുസിന്റെ ആയാലും ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശിവപുരാണത്തിലായാലും പോലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ദേഷ്യം, സജ്ജനങ്ങളോട് ദേഷ്യം കാണിക്കരുത് എന്നുള്ള കാര്യം. പക്ഷെ ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ അമ്പലങ്ങളുണ്ട്, ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട്. പക്ഷെ ഇത് ഏത് അമ്പലങ്ങളിലുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് മനസ്സിലാക്കുന്ന ഏത് അമ്പലങ്ങളാണുള്ളത്? ഇസ്കോൺ ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കുറേയൊക്കെ അതിലൂടെ അവരെ മാറ്റി നല്ല നിലയിൽ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ചില കുറച്ച് ആശ്രമങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തിരുത്തി അവരെ ഓരോ വേദങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയാ, അല്ലാതെയുള്ള അമ്പലങ്ങളിലൊന്നും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ല. അപ്പം കുറെ അമ്പലങ്ങളിൽ ഇനിയും സപ്താഹങ്ങൾ അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ആരും കുറച്ചു പേരൊക്കെ ആയിരിക്കും വരുന്നത്. എല്ലാവരും ഒന്നും വരില്ല. ഇങ്ങനെ വഴിതെറ്റി നടക്കുന്നവന്മാരൊന്നും ഈ ക്ഷേത്രത്തിലേ വരത്തില്ല. അതാണ് അതിലും വലിയ ഇതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുരന്മാരും ഉണ്ട്, പലതരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ, ഇങ്ങനെയുള്ളവരോട് ജീവിച്ചു പോകാന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ തെറ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അവരോട് ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നതും അല്ല, അല്ലെ? ഹരഹര മഹാദേവ ശംഭോ മഹാദേവ. അപ്പൊ ഇനി നമുക്ക് ഭാഗം 59 സോമവാര വ്രത മഹാത്മ്യം എന്നുള്ള ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പൊ അത് നമുക്ക് വായിക്കാം കേട്ടോ. പണ്ട് ആര്യാവർത്തം എന്ന പുണ്യഭൂമിയിൽ ഉഗ്രപ്രതാപിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ചിത്രവർമാവ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ധർമ്മശാസ്ത്രവിധി അനുസരിച്ചുള്ള സൽഭരണം നടത്തി പ്രസിദ്ധനായി. 1,00,000 അക്ഷൗഹിണി പടയുള്ള രാജാവിന്റെ രാജ്യം ഐശ്വര്യ സമൃദ്ധിയിൽ വിളങ്ങി. രാജാവായ ചിത്രവർമാവ് രാജ്യത്ത് ധർമ്മം പാലിക്കുന്നതിനു വേണ്ടി കർക്കശമായ ശിക്ഷാ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് സ്ത്രീകൾക്ക് ചാരിത്രഭംഗമോ മനോദുഃഖമോ ഉണ്ടായിരുന്നില്ല. കൂടാതെ മഹാവ്യാധി, അപവാദം, മോഷണം, ചതി തുടങ്ങിയ ദോഷങ്ങളും ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണരെല്ലാം തന്നെ ധർമ്മം പാലിക്കുന്നതിലും ആചാരങ്ങളിലും ഈശ്വരവിശ്വാസത്തിലും തൽപരരായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും അവരവർക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ലോഭം കൂടാതെ ചെയ്തു പോന്നു. വൈരാഗ്യ ബുദ്ധിയോ അസൂയയോ ഇല്ലാതെ പരസ്പരം ഐക്യത്തോടും സഹായത്തോടും സ്നേഹശീലരുമായിട്ടാണ് അവർ ജീവിച്ചു പോന്നിരുന്നത്. സമ്പൽ സമൃദ്ധി കൊണ്ട് ഐശ്വര്യപൂർണമായിരുന്നതിനാൽ ആര്യാവർത്തത്തിൽ വസിച്ചിരുന്ന ജനങ്ങൾ ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞിരുന്നില്ല. അപ്പൊ ആര്യാവർത്തത്തിലെ മഹാരാജാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആര്യാവർത്തത്തിലെ മഹാരാജാവിന്റെ ഭരണം അത്രയും നല്ലതായിരുന്നു. അപ്പൊ നമ്മുടെ ഭരണകർത്താവ് നല്ലതായിരിക്കുകയാണെങ്കിൽ ജനങ്ങളും അതുപോലെ നല്ലവരാവും എന്നാണല്ലേ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. രാജാവായ ചിത്രവർമാവ് രാജ്യത്തിന് ധർമ്മം പാലിക്കുന്നതിന് വേണ്ടി കർക്കശമായിട്ടുള്ള ശിക്ഷാ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ചാരിത്രഭംഗമോ മനോദുഃഖമോ ഉണ്ടായിരുന്നില്ല. കൂടാതെ മഹാവ്യാധി, അപവാദം, മോഷണം, ചതി തുടങ്ങിയ ദോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ബ്രാഹ്മണരെല്ലാം തന്നെ ധർമ്മം പാലിക്കുന്നതിലും ആചാരങ്ങളിലും ഈശ്വരവിശ്വാസത്തിലും തൽപരനായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും അവരവർക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ലോഭം കൂടാതെ ചെയ്തു പോന്നു. വൈരാഗ്യ ബുദ്ധിയോ അസൂയയോ ഇല്ലാതെ പരസ്പരം ഐക്യത്തോടും സഹായത്തോടും സ്നേഹശീലരുമായിട്ടാണ് അവർ ജീവിച്ചു പോന്നിരുന്നത്. സമ്പൽ സമൃദ്ധി കൊണ്ട് ഐശ്വര്യപൂർണമായിരുന്നതിനാൽ ആര്യാവർത്തത്തിൽ വസിച്ചിരുന്ന ജനങ്ങൾ ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞിരുന്നതേയില്ല. അപ്പോൾ ഒരു രാജാവ് അത്രയും നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പ്രജകളും അതുപോലെ നല്ലവരായി മാറുന്നതാണ്, അല്ലെ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദാനശീലനും ദയാനിധിയും ഈശ്വരഭക്തനുമായിരുന്ന രാജാവ് സുന്ദരിയും നന്മയുള്ള ഒരു രാജകുമാരിയെ പാണിഗ്രഹണം ചെയ്ത് സസുഖം വസിച്ചു പോന്നു. അവരുടെ ദാമ്പത്യം ഐശ്വര്യപ്രദവും സ്നേഹപൂർണവുമായിരുന്നതിനാൽ സൽഗുണ സമ്പന്നരായ 4 പുത്രന്മാരും കർപ്പൂരകാന്തിയുടെ അഴകിനോട് സാദൃശ്യമുള്ള ഒരു പുത്രിയും ജനിച്ചു. ആ ബാലികയ്ക്ക് രാജദമ്പതികൾ സീമന്തിനി എന്ന് നാമകരണം ചെയ്തു. ആരെയും ആകർഷിക്കാൻ തക്ക സൗന്ദര്യവും അവളെ ദർശിക്കുന്നവരുടെ മനോക്ഷേത്രത്തിൽ ആനന്ദത്തിന്റെ പ്രഭ ചൊരിയാൻ പര്യാപ്തവുമായിരുന്ന വശ്യതയുള്ള ആ ഓമനയെ മാതാപിതാക്കൾ വാത്സല്യാതിരകത്തോടെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ സീമന്തിനിക്ക് പ്രായപൂർത്തിയായപ്പോൾ ദിവ്യജ്ഞരായ ബ്രാഹ്മണരെ വരുത്തി അവളുടെ ജാതകം പരിശോധിച്ചു. അപ്പോ ദാനശീലനും ദയാനിധിയും ഈശ്വരഭക്തനുമായിട്ടുള്ള രാജാവിന് സുന്ദരിയും ഉള്ളവളുമായിട്ടുള്ള ഒരു രാജകുമാരിയെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ ആ രാജകുമാരിക്കും ആ രാജാവിന് ഒരു പുത്രി ഉണ്ടാവുകയാണ്. ആ പുത്രിക്ക് നാമകരണം ചെയ്യുന്നതെന്ന് വെച്ചാൽ സീമന്തിനി എന്ന് പറയുന്ന പേരാണ് നാമകരണം ചെയ്യുന്നത്. അങ്ങനെ ഈ സീമന്തിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസുന്ദരിയായിരുന്നു. അതുപോലെ പ്രായപൂർത്തിയായപ്പോൾ ദിവ്യജ്ഞരായിട്ടുള്ള ബ്രാഹ്മണരെ വരുത്തിയിട്ട് ഈ കുട്ടിയുടെ ജാതകം പരിശോധിക്കുകയാണ്. അപ്പോൾ ജാതകം പരിശോധിക്കുമ്പോൾ അതിലൂടെ പറയുകയാണ്, ജ്യോതിഷത്തിൽ മഹാപണ്ഡിത ശിരോമണിയായ ഒരു ബ്രാഹ്മണൻ സീമന്തിയുടെ ജാതകം പരിശോധിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: മഹാരാജൻ, അങ്ങ് നന്മയുടെ കാതലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പുത്രി ഭാഗ്യവതിയാണ്. ഈ കുട്ടിക്ക് ദീർഘായുസ്സും ഉത്തമ ഭർത്തൃലാഭവും കാണുന്നുണ്ട്. ഇവൾക്ക് 8 സന്താനങ്ങൾക്ക് യോഗം കാണുന്നു. ഇവൾ 10,000 സംവത്സരം പതിയോടൊത്ത് സുഖത്തോടെ വസിക്കും. ദമയന്തിക്ക് തുല്യം സൗന്ദര്യ ചാർത്തുള്ള അങ്ങയുടെ പുത്രിക്ക് നളനെ പോലെ സുന്ദരനും വിശേഷ ഗുണങ്ങളുമുള്ള ഭർത്താവിന് ലഭിക്കുന്നതാണ്. അപ്പോ അങ്ങ് നന്മയുടെ കാതലായതുകൊണ്ട് തന്നെ അങ്ങയുടെ പുത്രിക്ക് ദീർഘായുസ്സും അതുപോലെ ഉത്തമ ഭർത്തൃഭാഗ്യവും ഉണ്ടാവുന്നതാണ്. അതുപോലെ ഒരുപാട് സംവത്സരം 10,000 സംവത്സരങ്ങള് ഈ കുട്ടി ജീവിക്കുന്നതായി ഭർത്താവുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നതായിരിക്കും. അതുപോലെ ദമയന്തിക്ക് തുല്യം സൗന്ദര്യ ചാർത്തുള്ള അങ്ങയുടെ പുത്രിക്ക് നളനെ പോലെ സുന്ദരനായിട്ടുള്ള വിശേഷ ഗുണങ്ങളുള്ള ഒരു ഭർത്താവിനെ ആയിരിക്കും ലഭിക്കുന്നത് എന്നും പറയുകയാണ്. ബ്രാഹ്മണ ജ്യോത്സ്യന്റെ വാക്കുകൾ കേട്ട് മനം കുളിർത്തൽ ചിത്രവർമാവ് ധാരാളം ധനം നൽകി അയാളെ സന്തോഷിപ്പിച്ചയച്ചു. പക്ഷേ മറ്റൊരു ജ്യോത്സ്യൻ ആദ്യത്തേതിൽ നിന്നും വിപരീത ഫലമാണ് പറഞ്ഞത്. അയാൾ പറഞ്ഞു: ഹേ മഹാരാജൻ, ഞാൻ പഠിച്ചതനുസരിച്ച് ഈ ജാതകത്തിൽ ചില ദോഷങ്ങൾ കാണുന്നു. ഈ കുട്ടിക്ക് വൈധവ്യം കാണുന്നു. ഒരുപക്ഷെ ഭർത്താവ് മരിച്ചില്ലെങ്കിലും ഉപേക്ഷിച്ചു പോകാനുള്ള യോഗം കാണുന്നു. ശാസ്ത്രസത്യത്തെ അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി മറച്ചു പിടിക്കാൻ എനിക്കാവില്ല. പണം കാംക്ഷിച്ച് രാജാവിന് ഹിതമായത് പറയാനും ഞാൻ ഒരുക്കമല്ല. എന്തായാലും ദോഷങ്ങൾ വരാതിരിക്കാൻ അങ്ങ് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജ്യോത്സ്യന്റെ പ്രസ്താവന കേട്ട നൃപൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു: അയ്യോ എന്റെ പരമേശ്വര, എന്റെ പൊന്നുമോൾക്ക് ഇത്തരം ഒരു ഗതി വരാൻ ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? ഞങ്ങൾ എത്രമാത്രം കൊതിച്ചുണ്ടായിരുന്ന പുത്രിയാണിവൾ. എന്റെ വാത്സല്യനിധിയായ പൊന്നോമനയ്ക്ക് വൈധവ്യം സംഭവിക്കുമെങ്കിൽ എനിക്ക് എന്തിനാണ് ഈ രാജ്യവും സുഖങ്ങളും? അങ്ങനെ വന്നാൽ എന്റെ ആരോഗ്യവും വിപുലവുമായ സമ്പത്തും വ്യർത്ഥമാണല്ലോ. ഇതൊക്കെ അനുഭവിപ്പിക്കാനാണ് ഭഗവാൻ ശിവന്റെ കൽപ്പിതമെങ്കിൽ ആർക്കാണ് അവയെ തടയാൻ കഴിയുന്നത്? വരുന്നതെല്ലാം നേരിടുക തന്നെ. ഇപ്രകാരം വിലപിച്ചുകൊണ്ട് ബ്രാഹ്മണന് ദക്ഷിണ നൽകി പറഞ്ഞയച്ചു. സീമന്തിനിയുടെ സൗന്ദര്യം കർപ്പൂരകാന്തിയെ വെല്ലുന്ന വിധത്തിലായി തീർന്നു. മാനവ ഹൃദയത്തിൽ സന്തോഷം വളർത്താൻ തക്ക ഹൃദ്യമായ പെരുമാറ്റവും സ്നേഹഭാവങ്ങളും അവളുടെ ജന്മസിദ്ധമായ സ്വഭാവമായിരുന്നു. കൗമാരദശയുടെ അസ്തമനത്തോടെ ഒരു ഉത്തമ വരന് ലഭിക്കണമെന്ന ആഗ്രഹം അവളുടെ മനോരഥത്തിൽ നാമ്പെട്ടു. വീരസേനന്റെ പൗത്രനായ സുമുഖനും സർവഗുണ സമ്പന്നനുമായ ഒരു യുവാവുണ്ടെന്ന കാര്യം അവൾ തന്റെ തോഴിമാരിൽ നിന്ന് അറിയാനിടയായി. ആ യുവാവിനെ തന്റെ പ്രാണേശ്വരനായി ലഭിക്കണമെന്നവൾ ആഗ്രഹിച്ചുവെങ്കിലും അക്കാര്യം മനസ്സിൽ മറച്ചു വെച്ചുകൊണ്ട് ജീവിത നാളുകൾ തള്ളി നീക്കി. എന്നാൽ 14-ാമത്തെ വയസ്സിൽ താൻ വിധവയായി തീരുമെന്ന് ജ്യോത്സ്യൻ പ്രസ്താവിച്ചിട്ടുണ്ടെന്ന വാർത്ത സഖിമാരിൽ നിന്ന് കേൾക്കാൻ ഇടയായതോടെ അവളുടെ മനസ്സിൽ ആദി കയറി. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു ശാപമുണ്ട്.
അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദവ്യം അനുഭവിക്കേണ്ട അവസ്ഥ വരും. 14-ാമത്തെ വയസ്സിൽ വിധവയായി തീരുമെന്നുള്ള ഒരു ഇതാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു വിഷമം ഈ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്, ഈ സീമന്തിനിയുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കെ സീമന്തിന് ഒരു ദിവസം മൈത്രേയ മാതാവിനെ കാണാൻ ചെന്നു. യജ്ഞവൽക്യന്റെ ധർമ്മപത്നിയും മഹാതപസ്വിനിയുമായ ദേവി മൈത്രിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വിനയാന്വിതയായി പറഞ്ഞു, അമ്മേ, ഈ പുത്രിയെ അവിടുന്ന് രക്ഷിക്കണം. അവിടുന്ന് യോഗവിദ്യയിലൂടെ ബ്രഹ്മജ്ഞാനം നേടിയ പുണ്യവതിയാണല്ലോ. 14-ാമത്തെ വയസ്സിൽ എനിക്ക് വൈദവ്യം സംഭവിക്കുമെന്ന് ജ്യോതിഷ പ്രവചനം ഉണ്ടായിരുന്നു. അതുണ്ടാകാതിരിക്കുവാനുള്ള സാത്വികോപദേശം അമ്മ ഈ പുത്രിക്ക് തന്ന് അനുഗ്രഹിക്കണം. സീമന്തിനിയുടെ ദുഃഖം ആ മാതൃഹൃദയത്തെ തരളിതമാക്കി. സ്നേഹവാത്സല്യങ്ങളുടെ പുണ്യവതിയായ മൈത്രേയി മാതാവ് അവളോട് പറഞ്ഞു, മകളെ, നീ ഒരു വിധത്തിലും ദുഃഖിക്കരുത്. നിന്റെ വിഷാദം ദൂരീകരിക്കുവാനുള്ള ഒരു മാർഗം പറഞ്ഞു തരാം. നീ ഉടൻ തന്നെ സോമവാര വ്രതം നോറ്റു തുടങ്ങുക. ഈ വ്രതം വിധിപ്രകാരം അനുഷ്ഠിച്ചാൽ ശ്രീ പരമേശ്വരനും പാർവതിയും തീർച്ചയായും നിന്നിൽ പ്രസാദിക്കുന്നതാണ്. ജഗദീശ്വരനും പരബ്രഹ്മ സ്വരൂപനുമായ ശ്രീ പരമേശ്വരനും അണ്ടകടാഹങ്ങളെ ആകമാനം കരതലാമലകം പോലെ കൈകാര്യം ചെയ്യുന്ന ഭക്തവത്സലയായ ഭവാനി ദേവിയും സമ്പത്തും സന്തതിയും സന്തോഷവും സൽകീർത്തിയും നൽകി നിന്നെ അനുഗ്രഹിക്കും. ശ്രീ നീലകണ്ഠൻ പ്രസാദിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായത് സോമവാര വ്രതമാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അത് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ ശ്രദ്ധയോടെ കേട്ട് അതനുസരിച്ച് വ്രതം അനുഷ്ഠിക്കണം. അങ്ങനെ ഈ പുത്രി വന്നിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മേ, എനിക്ക് ഇങ്ങനെ ഒരു ശാപമുണ്ട്, ഞാൻ അതിന് എന്ത് പരിഹാരമാണ് കാണേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ പറയാണ്, നീ സോമവാര വ്രതം എടുക്കണം. സോമവാര വ്രതം അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് മോചനം ലഭിക്കുന്നതായിരിക്കും, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ സോമവാര വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് അമ്മ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തിങ്കളാഴ്ച ദിവസം ബ്രഹ്മമുഹൂർത്തത്തോടെ എഴുന്നേറ്റ് സ്നാനകർമ്മം നിർവഹിച്ചതിനു ശേഷം പാർവതി പരമേശ്വരന്മാരെ ധ്യാനിക്കണം. ശുദ്ധമായ സ്ഥലമോ പൂജാമുറിയോ ആയിരിക്കണം ഇതിന് തിരഞ്ഞെടുക്കേണ്ടത്. മറ്റ് ശബ്ദങ്ങളൊന്നും കടന്നു വരാത്ത വിധത്തിലുള്ള ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ധ്യാനത്തിന് പറ്റിയത്. വെളുത്ത വസ്ത്രമാണ് ധരിക്കേണ്ടത്. ധ്യാനത്തിനു ശേഷം പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ ജപിക്കണം. അനന്തരം ഭസ്മം ധരിച്ച് രുദ്രാക്ഷമാലയും കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് മൗനമായ മന്ത്രജപത്തോടെ ശിവക്ഷേത്രത്തിൽ പോയി അവിടെ ഇരുന്ന് ജപിക്കണം. തന്റെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ മാത്രമാണെന്ന ദൃഢചിന്തയോടെ ശങ്കരബിംബത്തിൽ പുഷ്പാഞ്ജലികൾ നടത്തണം. ശംഖിൽ നിന്ന് ജലമെടുത്ത് അഭിഷേകം നടത്തണം. അഷ്ടഗന്ധം, കർപ്പൂരം മുതലായ സുഗന്ധദ്രവ്യങ്ങൾ കത്തിച്ച് ദീപാരാധന നടത്തി നൈവേദ്യം സമർപ്പിക്കുക. ഇവയ്ക്കൊന്നിനും യാതൊരുവിധ ന്യൂനതയും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശംഖിൽ ജലമെടുത്ത് അഭിഷേകം നടത്തിയാൽ പാപങ്ങൾ നശിക്കുന്നതാണ്. പീഠത്തിൽ അർച്ചന ചെയ്യുന്നതിലൂടെ സാമ്രാജ്യ ലാഭം ഉണ്ടാകും. വലുതായ സൗഭാഗ്യം ആ ഭക്തന് വന്നു ചേരും. സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ആരാധിക്കുന്നതിലൂടെ ശാരീരികമായ രോഗങ്ങൾ മാറും. ഭഗവാന് ദീപാരാധന നടത്തുന്നതിലൂടെ ശരീരകാന്തി വർദ്ധിക്കും. ഭക്തിപൂർവം ഭഗവാന് താമ്പൂലം സമർപ്പിച്ചാൽ രത്നങ്ങളും സ്വർണവും ലഭിക്കുന്നതാണ്. ഇപ്രകാരം സാംബ സദാശിവനെ ആരാധിച്ചാൽ അത് പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ സാധിപ്പിക്കുന്നതാണ്. വെറുതെ ഒരു പ്രാവശ്യം മഹാദേവനെ സ്മരിച്ചാൽ പോലും ആ ഭക്തനിൽ സകല ദേവന്മാരും പ്രസാദിക്കുന്നതാണ്. അതിനാൽ പുത്രി, നീ ധൈര്യസമേതം ഉറച്ച ഭക്തി വിശ്വാസങ്ങളോടെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക. നിനക്ക് എല്ലാവിധ മംഗളങ്ങളും വന്നു ചേരുന്നതാണ്. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന ഭക്ത ക്ഷേത്ര പ്രദക്ഷിണവും നടത്തണം. പഞ്ചാക്ഷരി മന്ത്രജപത്തോടെ ബ്രാഹ്മണർക്ക് ആഹാരം കൊടുക്കണം. ഒപ്പം ദക്ഷിണയും നൽകണം. ഞാൻ ഉപദേശിച്ച വിധത്തിൽ സോമവാര വ്രതം അനുഷ്ഠിച്ചാൽ ബലം തീർച്ചയായും ലഭിക്കുന്നതാണ്. 3.5 നാഴിക ഇരുട്ടിയതിനു ശേഷം ഭവനത്തിലെത്തി പാരായണം ചെയ്യാവുന്നതാണ്. ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്തുള്ള ഓവിന്റെ അടുത്തെത്തി അതിനെ തൊട്ട് വന്ദിച്ചതിനു ശേഷം തിരിഞ്ഞു നടന്ന് പുറകിലൂടെ കറങ്ങി മുന്നിൽ വന്ന് തൊഴുതതിനു ശേഷം വടക്ക് ഭാഗത്തുള്ള ഓവിന്റെ അടുത്തെത്തണം. ഇപ്രകാരം 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. ഈ സമയത്ത് ഭഗവാന്റെ സുന്ദര രൂപം ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സദാ നാവിൽ ഭഗവാന്റെ തിരുനാമത്തെ കുടിയിരുത്തണം. സോമവാര വ്രതം അനുഷ്ഠിക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പടച്ചോറ് ഉച്ചയ്ക്ക് കഴിക്കാം. രാത്രിയായാൽ 1 ഗ്ലാസ് പശുവിൻ പാല് ചൂടാക്കി അതിന്റെ മുന്നിലിരുന്ന് 108 പ്രാവശ്യത്തിൽ കുറയാതെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. അനന്തരം ഭഗവാൻ പരമശിവനെയും പാർവതി ദേവിയെയും ഭക്തിപൂർവ്വം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ പാൽ കഴിക്കണം. മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. അതിനുശേഷം കൈയും കാലും കഴുകി ശിരസിൽ ശുദ്ധജലം തളിച്ചതിനു ശേഷം ഉറങ്ങാൻ കിടക്കണം. ഇപ്രകാരം സോമവാര വ്രതം നോറ്റാൽ ഏതൊരു ഭക്തനും ആഗ്രഹിക്കുന്ന ഫലം തീർച്ചയായും ലഭിക്കുന്നതാണ്.
എന്റെ പ്രിയ പുത്രി, നിന്റെ ആഗ്രഹങ്ങൾ തീർച്ചയായും ഭഗവാൻ ശ്രീ ശങ്കരൻ സഫലമാക്കി തരുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ആ വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് ദേവി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കുറെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാനിങ്ങനെ വായിച്ചു പോവാണ്. മൈത്രേയി മാതാവിൽ നിന്ന് വിധിപ്രകാരമുള്ള സോമവാര വ്രതോപദേശം സ്വീകരിച്ച സീമന്തിനി ആ ദേവിയെ നമസ്കരിച്ച ശേഷം അവിടെ നിന്നും യാത്രയായി. അനന്തരം അവൾ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ചു തുടങ്ങി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ചിത്രവർമാവ് തന്റെ പുത്രിക്ക് വേണ്ടി സ്വാത്വിക ഗുണങ്ങളുള്ള യുവാവിനെ അന്വേഷിച്ചു തുടങ്ങി. ഒടുവിൽ സർവ്വഗുണ സമ്പന്നനായ ഒരു യുവാവിനെ അദ്ദേഹം കണ്ടെത്തി. ഇന്ദ്രസേനന്റെ സുമുഖനായ പുത്രൻ ചന്ദ്രാംഗതനായിരുന്നു വരൻ. അങ്ങനെ ഇത് ചെയ്യുകയാണ് ഈ സീമന്തിനി. തൻ്റെ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ആയിട്ട് വ്രതം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ സീമന്തിനിയുടെ പിതാവ് എന്ത് ചെയ്യുകയാണ്? സീമന്തിനിക്ക് വേണ്ടിയിട്ട് ഒരു പുത്രനെ കണ്ടെത്തുകയാണ്. ആ പുത്രൻ എന്ന് പറയുന്നത് ഇന്ദ്രസേനന്റെ സുമുഖനായിട്ടുള്ള പുത്രനായ ചന്ദ്രാംഗതനായിരുന്നു. ചന്ദ്രാംഗതൻ എന്നായിരുന്നു ആ രാജകുമാരന്റെ പേര്. നളമഹാരാജാവിന് തുല്യം സുന്ദരനും ഗുണവാനുമായിരുന്നു അവൻ. അങ്ങനെ അധികം താമസിയാതെ ചന്ദ്രാംഗതനും സീമന്തിനിയും തമ്മിലുള്ള വിവാഹം ഒരു ശുഭമുഹൂർത്തത്തിൽ നടന്നു. വിവാഹാനന്തരം നിഷധ രാജാവായ ചന്ദ്രാംഗതൻ അവിടെ പത്നി സമേതം സന്തോഷത്തോടെ താമസിച്ചു വന്നു. ജന്മം കൊണ്ട് തന്നെ സുന്ദരിയായ സീമന്തിനിയുടെ രൂപലാവണ്യത്തിൽ സന്തോഷാധിക്യത്തോടെ ജീവിച്ചു പോന്ന ചന്ദ്രാംഗതനും ധർമ്മപത്നിയുടെ നിർദ്ദേശാനുസരണം സോമവാരവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. ഒരിക്കൽ യമുനാ നദിയിൽ ജലക്രീഡ നടത്തുവാനുള്ള ആഗ്രഹം ചന്ദ്രാംഗതൻ പ്രകടിപ്പിച്ചു. രാജകൽപ്പന പ്രകാരം ഭക്തന്മാർ തോണികൾ നിർമ്മിച്ചു. രാജകുമാരന്മാരോടൊപ്പം കൊട്ടാരം സേവകന്മാരും പുറപ്പെട്ടു. വളരെ വിലപിടിപ്പുള്ളതും ചിത്രപ്പണികളാൽ ആകർഷവുമായ ഒരു തോണിയിലായിരുന്നു ചന്ദ്രാംഗതൻ ജലയാത്ര ചെയ്തത്. വഞ്ചിപ്പാട്ടിന്റെ താളത്തിനൊത്ത് വാഹനങ്ങൾ ശീഘ്രം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ ജലവാഹന വ്യൂഹം നദിയുടെ മധ്യഭാഗത്തിൽ എത്തിയപ്പോൾ അന്തരീക്ഷമാകെ മാറി. നഭോമണ്ഡലത്തിൽ മഴക്കാറുകൾ നിറഞ്ഞു. നദിയിലെ ഓളങ്ങൾ ശക്തിയായി ഉയർന്നു. ശാന്തമായിരുന്ന നദിയുടെ സ്വഭാവം ആകെ മാറി. വള്ളങ്ങൾ ഒന്നൊന്നായി ശക്തമായ കാറ്റിന്റെ പ്രഹരത്താൽ മറിഞ്ഞു. ധാരാളം പേർ മുങ്ങിച്ചത്തു. നിർഭാഗ്യം എന്നോണം ചന്ദ്രാംഗതനും യമുനാ നദിയിൽ വീണ് മുങ്ങി. വെള്ളത്തിന്റെ അഗാധതയിലേക്ക് താണുകൊണ്ടിരിക്കുന്ന സുന്ദരനെ കണ്ട പെൺസർപ്പങ്ങൾ അവനെ താങ്ങിപ്പിടിച്ച് നാഗങ്ങൾ വസിക്കുന്ന പാതാളത്തിലേക്ക് കൊണ്ടുപോയി ഫണകരാജാവായ തക്ഷകന്റെ മുന്നിൽ ഹാജരാക്കി. അപ്പോ അങ്ങനെ ഒരിക്കൽ യമുന നദിയുടെ തീരത്ത് ജലക്രീഡ നടത്താനുള്ള ഒരു ആഗ്രഹം ചന്ദ്രാംഗതൻ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ രാജകൽപ്പന പ്രകാരം ഈ ഭക്തന്മാരെല്ലാവരും കൂടി വന്നിട്ട് തോണികളൊക്കെ നിർമ്മിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ രാജകുമാരനോടൊപ്പം കൊട്ടാര സേവകരും എല്ലാവരും കൂടെ പുറപ്പെടുകയാണ്. അങ്ങനെ അതെന്ന് പറയുന്നത് വളരെ വലിപ്പമുള്ള ചിത്രപ്പണികളാലൊക്കെ ആകർഷകമായിട്ട് തോന്നിയിരുന്ന ഒരു അലങ്കാരമൊക്കെ ഉള്ള ഒരു തോണിയായിരുന്നു അത്. അപ്പം ചന്ദ്രാംഗതൻ ജലയാത്ര ചെയ്തത് അങ്ങനെയുള്ളൊരു തോണിയിലായിരുന്നു. അങ്ങനെ വഞ്ചിപ്പാട്ടിന്റെ താളത്തിനൊത്ത് വാഹനങ്ങൾ ഇങ്ങനെ ശീഘ്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ജലവാഹന വ്യൂഹം നദിയുടെ മധ്യഭാഗത്തിൽ എത്തിയപ്പോൾ അന്തരീക്ഷമാകെ മാറിയത്. നഭോമണ്ഡലത്തിൽ മഴക്കാറുകൾ നിറയുകയാണ്. അങ്ങനെ നദിയിലെ ഓളങ്ങൾ ശക്തിയായി ഉയരുകയാണ്. അങ്ങനെ മഴ പെയ്യുമ്പോഴേക്കും ശാന്തമായിരുന്ന നദിയുടെ സ്വഭാവമെല്ലാം മാറുകയാണ്. വള്ളങ്ങൾ ഒന്നൊന്നായിട്ട് ശക്തമായ കാറ്റിന്റെ പ്രഹരത്താൽ മറിയുകയാണ്. അങ്ങനെ ധാരാളം പേര് അതിൽ മുങ്ങിച്ചാവുകയാണ്. അങ്ങനെ ചന്ദ്രാംഗതനും യമുനാ നദിയിലേക്ക് വീഴുകയാണ്. അങ്ങനെ വെള്ളത്തിന്റെ അഗാധതലത്തിലേക്ക് ഇങ്ങനെ താണു പോയിക്കൊണ്ടിരിക്കുന്ന സുന്ദരനായിട്ടുള്ള ചന്ദ്രാംഗതനെ കാണുമ്പോൾ പെൺസർപ്പങ്ങൾ വന്നിട്ട് അവനെ ഇങ്ങനെ താങ്ങി പിടിക്കുകയാണ്. എന്നിട്ട് നാഗങ്ങൾ വസിക്കുന്ന പാതാളത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. ഫണകരാജാവായിട്ടുള്ള തക്ഷകന്റെ മുന്നിലാണ് അവനെ ഹാജരാക്കുന്നത്. ചന്ദ്രാംഗതൻ യമുനാ നദിയിൽ മുങ്ങി മരിച്ചു എന്ന വാർത്ത കൊട്ടാരത്തിലെത്തി. നഗരവാസികളും രാജകുടുംബാംഗങ്ങളും ദുഃഖത്തിലാണ്ടു. രണ്ടാമത്തെ ജോത്സ്യന്റെ പ്രവചനം സത്യമായി ഭവിച്ചിരിക്കുന്നു എന്ന കാര്യം എല്ലാവരും ഓർത്തു. 14-ാമത്തെ വയസ്സിൽ സീമന്തിനിക്ക് വൈദവ്യം സംഭവിച്ചിരിക്കുന്നു. സാക്ഷാൽ ജഗദീശ്വരൻ പോലും തങ്ങളെ കൈവെടിഞ്ഞിരിക്കുന്നു എന്ന് രാജകുടുംബാംഗങ്ങൾ ധരിച്ചു. സോമവാരവ്രതം നോറ്റത് വെറുതെയായി എന്ന് സീമന്തിനിയും വിലപിച്ചു. കറുത്ത വസ്ത്രം ധരിച്ച സീമന്തിനി തറയിൽ കിടന്നുരുണ്ട് വിലപിച്ചു. അങ്ങനെ ഈ വിവരം കൊട്ടാരത്തിൽ അറിയുകയാണ്. കൊട്ടാരത്തിൽ ഈ വിവരം അറിയുമ്പോഴേക്ക് എന്ത് ചെയ്യുകയാണ്? എല്ലാവരും ഈ കൊട്ടാരത്തിൽ അങ്ങനെ അറിയുകയാണ് ചന്ദ്രാംഗതൻ മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് കൊട്ടാരത്തിൽ എല്ലാവരും അറിയുന്നത്. അപ്പോൾ ഇത് അറിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുകയാണ്? ആ കുട്ടി, അതായത് സീമന്തിനി വളരെയധികം വിഷമിക്കുകയാണ്. അങ്ങനെ സീമന്തിനി എന്ത് ചെയ്യുകയാണ്? കറുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് തറയിൽ കിടന്ന് ഉരുളുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഈ സോമവാര വ്രതമൊക്കെ എടുത്തിട്ടും അതിനുള്ള ഫലം എനിക്ക് ഉണ്ടായില്ലല്ലോ, എൻ്റെ വരൻ ഇതുപോലെ മരണപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് വിലപിക്കുകയാണ്.
പക്ഷേ തിങ്കളാഴ്ച വ്രതം മുടക്കാൻ അവളുടെ അന്ധകരണം അനുവദിച്ചില്ല. ഭഗവാന് വൈദവ്യമാണ് തനിക്ക് തന്നതെങ്കിലും വ്രതം തുടരാൻ തന്നെ അവൾ തീരുമാനിച്ചു. അങ്ങനെ പൂർവാധികം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അവൾ ശ്രീ ശങ്കരനെ ആരാധിച്ചു തുടങ്ങി. കൈലാസ് ഈശ്വരന്റെ തിരുനാമം അവളുടെ നാവിൽ സദാ കുടികൊണ്ടു. ശിവനാമജപത്തിൽ സീമന്തിനിയുടെ മനസ്സ് മുഴുകി. ചന്ദ്രാംഗതന്റെ ദാരുണ മരണമറിഞ്ഞ നിഷധ രാജാവ് മോഹാലസ്യപ്പെട്ട് വീണു. നഗരവാസികളും ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യശൂദ്രരും വിഷാദഗ്രസ്തരായി തീർന്നു. ഈ അവസരത്തിൽ ശത്രുക്കൾ നിഷധ രാജ്യം ആക്രമിച്ച് കീഴടക്കി. പന്നക രാജാവിന്റെ ഭവനത്തിലെത്തിയ ചന്ദ്രാംഗതൻ അവിടുത്തെ സമ്പൽ സമൃദ്ധി കണ്ട് അത്ഭുത സ്തബ്ധനായി. അമൂല്യ രത്നങ്ങൾ കൊണ്ടുള്ള കൊട്ടാരങ്ങളും തങ്കനിർമ്മിതമായ ഗൃഹങ്ങളും ഉത്തുംഗമായ രമ്യഹർമ്മ്യങ്ങളും അദ്ദേഹം അവിടെ ദർശിച്ചു. അപ്സരസുകളേക്കാൾ സുന്ദരിമാരായ അങ്കന രത്നങ്ങൾ ആ രാജകുമാരന്റെ മനോരഥത്തെ ആനന്ദഭരിതമാക്കി. ഉയർന്ന പത്തികളും അഗ്നികുണ്ഡങ്ങളിൽ നിന്നെടുത്ത തങ്കം പോലുള്ള ശരീരവും മറ്റുമുള്ള സർപ്പങ്ങളുടെ രാജനെ കുമാരൻ കണ്ടു. സർപ്പങ്ങളും രത്നങ്ങൾ കോർത്ത മാലയും കിരീടവും അദ്ദേഹത്തിന്റെ ശരീരത്തെ തേജോമയമാക്കിയിരുന്നു. രത്നങ്ങൾ പതിച്ച കർണാഭരണങ്ങളും ദിവ്യ പരിവേഷം ചുരത്തി നിൽക്കുന്ന പട്ടുവസ്ത്രങ്ങളും ആലവട്ടങ്ങളും വെൺചാമരങ്ങളും കൊണ്ട് മോടി വർദ്ധിപ്പിക്കുന്നതായിരുന്നു. നാഗസുന്ദരിമാരുടെ മധുര ഗാനാലാപനവും ഹൃദയം കവരുന്ന നടന വിലാസങ്ങളും കുമാരന്റെ മാനസോദ്യാനത്തിൽ ആനന്ദത്തിന്റെ അരിമുല്ലകൾ അങ്കുരിപ്പിക്കാൻ പര്യാപ്തങ്ങളായി. സോമനെ പോലെ പ്രകാശവാനായ നാഗരാജാവിനെ ദർശിച്ച മാത്രയിൽ തന്നെ ചന്ദ്രാംഗതൻ അദ്ദേഹത്തെ ഭക്ത്യാദരപൂർവ്വം നമസ്കരിച്ചു. ഈ സന്ദർഭത്തിൽ നാഗകന്യകകൾ രാജാവായ തക്ഷകനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യമുനാ നദിയിൽ ഉല്ലസിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇയാൾ ജലത്തിൽ താണു വരുന്നത് കണ്ടു. അതിനാൽ ഞങ്ങൾ സുന്ദരനായ ഈ പുരുഷകേസരിയെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇദ്ദേഹം ആരാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നാഗകന്യകമാരുടെ വാക്കുകൾ കേട്ട തക്ഷകൻ കുമാരനോട് ചോദിച്ചു, ഹേ സുന്ദരനായ കുമാര, നിന്റെ പേര് എന്താണ്? നിന്റെ അച്ഛനും അമ്മയും ആരാണ്? നീ എങ്ങനെയാണ് ഈ നാഗകന്യകമാരുടെ കൈകളിൽ വന്നു പെട്ടത്? വിശദമായി എല്ലാം എന്നോട് പറയണം. തക്ഷകനെ ഭക്ത്യാദര പുരസ്സരം നമസ്കരിച്ചുകൊണ്ട് ചന്ദ്രാംഗതൻ പറഞ്ഞു, എന്റെ പേര് ചന്ദ്രാംഗതൻ എന്നാണ്. ഭൂമിയിൽ പ്രസിദ്ധമായ ചന്ദ്രവംശത്തിലെ നളമഹാരാജാവിന്റെ പുത്രനാണ് ഞാൻ. എന്റെ പത്നിയോടൊപ്പം താമസിച്ചു വരവേ ഒരിക്കൽ വള്ളം കളിയിൽ ഏർപ്പെട്ടു. നിർഭാഗ്യവശാൽ വള്ളം മറിഞ്ഞ് ഞാൻ ജലത്തിനടിയിലേക്ക് താണുപോയി. അങ്ങനെയാണ് ഈ കന്യകമാരുടെ കൈകളിൽ അകപ്പെട്ടത്. എന്നാൽ ശ്രീ പരമേശ്വരന്റെ കൃപയാൽ ഇവിടെ എത്താനും അങ്ങേ ദർശിച്ച് വന്ദിക്കുവാനും ഭാഗ്യമുണ്ടായി. പക്ഷേ എന്റെ ഭാര്യയും മാതാപിതാക്കളും ഞാൻ മരിച്ചു പോയെന്ന് കരുതി ദുഃഖിതരായി കഴിയുകയാണ്. പ്രഭോ, ഇതാണ് എന്റെ കഥ. അപ്പോ ഈ ചന്ദ്രാംഗതനോട് നാഗരാജാവായിട്ടുള്ള തക്ഷകൻ ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് സംഭവിച്ചത്? നീ എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഇതുപോലെ വള്ളം കളിയിൽ ഇത് തോന്നുകയും അങ്ങനെ വള്ളം കളി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലത്തിലേക്ക് മറിയുകയും മഴ ഉണ്ടാവുകയും ജലത്തിലേക്ക് മറിയുകയും അങ്ങനെ ഞാൻ ഇവിടെ അകപ്പെട്ടു പോവുകയാണ് ചെയ്തതെന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. ചന്ദ്രാംഗതൻ കാര്യങ്ങൾ വിവരിച്ചത് കേട്ട് നാഗരാജാവ് ചോദിച്ചു, ഹേ രാജകുമാര, ത്രിമൂർത്തികളിൽ നീ ഏറെ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അവരെല്ലാം ഒന്നാണെങ്കിലും 3 രൂപത്തിലാണല്ലോ വർത്തിക്കുന്നത്. എങ്കിലും കുമാരന്റെ ഇഷ്ടദേവൻ ആരാണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ചന്ദ്രാംഗതൻ സംശയം ലേശം കൂടാതെ പറഞ്ഞു, എന്റെ ഇഷ്ടദൈവം സാക്ഷാൽ ചന്ദ്രചൂഡനല്ലാതെ മറ്റാരുമല്ല. ആ പരമ്പൊരുളിന്റെ പരമമായ കാരുണ്യം കൊണ്ടാണ് മരിക്കാതെ ഇവിടെ എത്താനും അങ്ങേ ദർശിക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായത്. ഏതൊരു ദേവന്റെ സാന്നിധ്യമാണോ ഈ പ്രപഞ്ചത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നത്, ആ മഹാപ്രഭുവാണ് എന്റെ ഇഷ്ടദേവനായ ശ്രീ ശങ്കരൻ. അദ്ദേഹം ചന്ദ്രകലയെയും ഗംഗയെയും നാഗത്തെയും സദാ ശിരസിൽ ധരിച്ചിരിക്കുന്നു. എന്റെ ദേവനായ പരബ്രഹ്മമൂർത്തി ക്ഷിപ്രപ്രസാദിയാണ്. സച്ചിദാനന്ദമൂർത്തിയും സ്വയം പ്രകാശിക്കുന്നവനും ഐശ്വര്യധാമവുമായ ആ ഭഗവാൻ എന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. ആ ഭക്തവത്സലനായ ഭഗവാൻ ശ്രീ ശങ്കരൻ എല്ലാ പേർക്കും മംഗളം പ്രദാനം ചെയ്യുന്നവനാണ്. കാരുണ്യക്കടലായ അദ്ദേഹത്തിന്റെ മഹത്വം വർണ്ണിക്കാൻ ക്രാന്തദർശികളായ മുനിമാർക്ക് പോലും സാധ്യമല്ല. അപ്പൊ ചന്ദ്രാംഗതനോട് നാഗരാജാവ് ചോദിക്കുകയാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ആരാണെന്ന് ചോദിക്കുകയാണ്. അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുണ്ടല്ലോ, ഈ 3 ത്രിമൂർത്തികളെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് ചന്ദ്രാംഗതനോട് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രാംഗതൻ പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം എന്ന് പറയുന്നത് പരമശിവനാണ്. പരമശിവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചന്ദ്രചൂഡൻ അല്ലാതെ മറ്റാരെയാണ് ഞാൻ ഇഷ്ടപ്പെടേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ഗുണഗണങ്ങള്, ഭഗവാനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ്. ചന്ദ്രാംഗതൻ ശ്രീ പരമേശ്വരന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നത് കേട്ട തക്ഷക രാജൻ പറഞ്ഞു, രാജകുമാര, നീ നന്നേ ചെറുപ്പമാണെങ്കിലും മഹാജ്ഞാനിയാണ്. നീ ഇന്നു മുതൽ ഇവിടെ വസിക്കണം.
നിന്നോടൊത്തുള്ള ജീവിതം എന്നെ ആത്മതത്വ ബോധോദയം ഉണ്ടാക്കാൻ സഹായിക്കും. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിനക്കിവിടെ യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്റെ ഈ രസാതലം രത്നസൗധങ്ങളും ഗോപുരങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. ഇവിടെ അസംഖ്യം സർവാംഗ സുന്ദരിമാരുമുണ്ട്. അവരോടൊത്ത് നിനക്ക് രസിച്ചും സുഖിച്ചും പരമാനന്ദ ലഹരിയിൽ ആറാടി ജീവിതം നയിക്കാം. സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും ലഭിക്കാത്ത കൽപ്പവൃക്ഷങ്ങളും കാമധേനുവും രത്നം വിളയുന്ന പർവ്വതങ്ങളും രത്നചകിതമായ മാളികകളും സ്വർണ്ണ താമരയും കൽഹാരവും ഒക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ വേണ്ടുവോളം അനുഭവിക്കാം. അതിനാൽ നീ ഇവിടെ വസിക്കുന്നത് ഭാഗ്യം തന്നെയാണ്. നാഗരാജാവിന്റെ മറുപടി കേട്ട ചന്ദ്രാംഗതൻ പറഞ്ഞു, നാഗരാജാവേ, അങ്ങയെ ദർശിക്കുവാനും അങ്ങയുടെ കാരുണ്യവും സ്നേഹവും അനുഭവിക്കുവാനും ഇടവന്നത് എന്റെ മഹാഭാഗ്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം ജഗദീശ്വരനായ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ കാരുണ്യാധികത്താൽ സംഭവിച്ചതാണ്. അങ്ങയെ സേവിച്ചു കൊണ്ടിവിടെ വസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ കാരുണ്യവാനും മഹാനുമായ അങ്ങ് എന്റെ ആഗ്രഹം സാധിച്ചു തരണം. ഭൂമണ്ഡലത്തിൽ എന്റെ പത്നിയും അച്ഛനമ്മമാരും ദുഃഖിതരായി നീറി കഴിയുകയാണ്. അവിടെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ദയവായി എന്നെ അനുവദിക്കണം. സ്നേഹദീപമായ അങ്ങു തന്നെ അതിനുള്ള മാർഗവും തെളിയിച്ചു തരണം. രാജകുമാരന്റെ സന്ദർഭോചിതമായ വാക്കുകൾ നാഗരാജാവിന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ ജ്യോതിഷത്തിൽ തെളിയിക്കുവാൻ പര്യാപ്തമായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചന്ദ്രാംഗതനെ കുറിച്ചുള്ള അഭിമാനം വർദ്ധിച്ചു. അതിനാൽ നാഗരാജാവ് പറഞ്ഞു, ഹേ സൽഗുണ സമ്പന്നനായ രാജകുമാരാ, നിന്റെ ബുദ്ധി സാമർഥ്യത്തിൽ നാം അതീവ സന്തുഷ്ടനാണ്. നീ എന്താവശ്യപ്പെട്ടാലും അത് ഞാൻ നൽകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്റെ ബന്ധുക്കളെല്ലാം ജീവിച്ചിരിപ്പുണ്ട്. ഉടൻ തന്നെ നിന്നെ അവിടെ എത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. നീ സന്തോഷവാനായിരിക്കുക. ഇപ്രകാരം ചന്ദ്രാംഗതനെ ആശ്വസിപ്പിച്ച ശേഷം പന്നഗ രാജാവ് അവന് ഇഷ്ടഭോജനം നൽകി. അനന്തരം ശ്രേഷ്ഠ വസ്തുക്കൾ അദ്ദേഹം ദാനം ചെയ്തു. മേലിൽ ആവശ്യമുള്ള പക്ഷം സ്മരിച്ചാൽ തന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് എന്ന് തക്ഷകന് വാക്കു കൊടുത്തു. എന്നിട്ട് അപൂർവങ്ങളായ രത്നങ്ങളും സകല ദിക്കുകളെയും പ്രകാശമാനമാക്കുന്ന ഉത്തമ ലക്ഷണങ്ങളോടുകൂടി ഒരു കുതിരയെയും അവന് സമ്മാനിച്ചു. ഇവയെല്ലാം വഹിച്ചുകൊണ്ട് പോകുവാൻ കരുത്തനായ ഒരു രാക്ഷസനെയും നിയമിച്ചു. സംരക്ഷനായ ഒരു സർപ്പക്കുട്ടിയെയും തക്ഷകൻ ചന്ദ്രാംഗതന് കൊടുത്തു. സർപ്പരാജനായ തക്ഷകൻ നൽകിയ വിശിഷ്ടങ്ങളായ സമ്മാനങ്ങളുമായി ചന്ദ്രാംഗതന് കുതിരപ്പുറത്ത് കയറി യാത്ര തിരിച്ചു. തക്ഷകൻ, സർപ്പകുമാരൻ, സാധനങ്ങൾ എല്ലാമായി രാക്ഷസൻ തുടങ്ങിയവർ അദ്ദേഹത്തെ അനുവാദനം ചെയ്തു. അങ്ങനെ ഈ ചന്ദ്രാംഗതനെ തിരിച്ചു പോകണമെന്നുള്ളൊരു ആഗ്രഹം തന്നെ പറയുകയാണ്. അങ്ങയെ ദർശിക്കുവാനും അങ്ങയുടെ കാരുണ്യവും സ്നേഹവും അനുഭവിക്കുവാനും സാധിച്ചത് എൻ്റെ മഹാഭാഗ്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം തന്നെ ജഗദീശ്വരനായ ശ്രീ പരമേശ്വരന്റെ തന്നെ കാരുണ്യാതിരകത്താലാണ് എനിക്ക് സംഭവിച്ചത്. അങ്ങയെ സേവിച്ചു കൊണ്ടിവിടെ വസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ കാരുണ്യവാനും മഹാനുമായ അങ്ങ് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം. ഭൂമണ്ഡലത്തിൽ എൻ്റെ പത്നിയും അച്ഛനമ്മമാരും ദുഃഖിതരായി നീറി കഴിയുകയാണ്. അവിടെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ദയവായി എന്നെ അനുവദിക്കണം. സ്നേഹദീപമായ അങ്ങ് തന്നെ അതിനുള്ള മാർഗവും തെളിയിച്ചു തരണമെന്ന് പറയുകയാണ്. അതായത് ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ കൊടുക്കാം. നാഗസുന്ദരിമാർ അവിടെയുണ്ട്, അവരുടെ കൂടെ നല്ലതുപോലെ ജീവിക്കാനുള്ള ഇത് കൊടുക്കാം. എല്ലാ ഇഷ്ടഭോജനങ്ങളും കഴിച്ച് അത്രയും എന്താ പറയാ നല്ല ഒരു രീതിയിൽ ജീവിക്കാനുള്ള ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൂടി ചന്ദ്രാംഗതൻ എന്താണ് പറയുന്നത്? അവിടെ എൻ്റെ ഭാര്യയും എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഓർത്ത് വിലപിക്കുകയാണ്. ഞാൻ മരണപ്പെട്ടു എന്ന് കരുതിയിട്ട് വളരെയധികം വിലപിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അവരെ പോയി കാണേണ്ടതായിട്ടുണ്ട്. അവരോട് എനിക്ക് പോയി അവരെ ആശ്വസിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് എനിക്ക് ചെയ്തു തരണമെന്ന് ചന്ദ്രാംഗതൻ ഈ നാഗരാജാവിനോട് പറയുകയാണ്. അങ്ങനെ നാഗരാജാവ് അതിനു വേണ്ടിയിട്ടുള്ള പരിവാരങ്ങളെയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് ചന്ദ്രാംഗതനെ അയക്കുകയാണ്. നദിയുടെ അടിത്തട്ടിൽ നിന്നും പൊങ്ങിയ അവർ കരയിലെത്തി വിശ്രമിക്കുവാനിരുന്നു. ആ സമയത്ത് സ്നാനകർമ്മം നിർവഹിക്കുവാനായി സീമന്തിന് തോഴിമാരുടെ അകമ്പടിയോടെ അവിടേക്ക് വന്നു. നദിക്കരയിൽ വിശ്രമിക്കുന്ന പ്രാണേശ്വരനെ അവൾ കണ്ടുവെങ്കിലും ദിവ്യകാന്തിയാൽ പ്രശോഭിച്ചിരുന്നതിനാൽ ആ സുന്ദരീ രത്നത്തിന് അദ്ദേഹത്തെ തിരിച്ചറിയാനായില്ല. അപ്പം ചന്ദ്രാംഗതൻ അങ്ങനെ യാത്രയൊക്കെ തിരിച്ച് അവിടെ തന്നെയുള്ള ഒരു നദിക്കരയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ആര് വരികയാണ്? സീമന്തിനി തന്റെ തോഴിമാരുമായിട്ട് സ്നാനം ചെയ്യാനായിട്ട് വരികയായിരുന്നു. ആ സമയത്ത് സീമന്തിനി ചന്ദ്രാംഗതനെ കാണുകയാണ്. എന്നാൽ തന്റെ ചന്ദ്രാംഗതന് അത്രയും ശോഭ ഉണ്ടായതുകൊണ്ട്, അതായത് നാഗലോകത്ത് പോയിട്ട് വന്നപ്പോൾ ചന്ദ്രാംഗതന് അത്രയും ശോഭ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ശോഭയില് അത് ചന്ദ്രാംഗതനാണ്. ഇടയ്ക്കിടയ്ക്ക് ചിത്രാംഗതൻ എന്നാണ് കേട്ടോ വരുന്നത്.
ചന്ദ്രാംഗതനാണ് എന്നുള്ളത് ആർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല? സീമന്തിനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഈ സംഭവങ്ങൾക്കിടയിൽ 3 വർഷങ്ങൾ ഭൂതകാലത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ചന്ദ്രാംഗതനും സീമന്തിനിയെ പ്രഥമ ദർശനം കൊണ്ട് തിരിച്ചറിഞ്ഞില്ല. കാരണം ഭർതൃവിയോഗത്താൽ അവൾ മെലിഞ്ഞിരുന്നു. മുഷിഞ്ഞ വസ്ത്രവും പൊടിപുരണ്ട ചിഗുരഭാരവും താലിമാലയില്ലാത്ത നഗ്നമായ കഴുത്തും അവളെ മറ്റൊരുവളാക്കിയിരുന്നു. അതിനാൽ അത്ഭുതം സ്ഫുരിക്കുന്ന മിഴികളോടെ അവർ അല്പനേരം നോക്കി നിന്നു. ഒടുവിൽ ചന്ദ്രാംഗതൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഭവതി ആരാണ്? പേരെന്താണ്? നിന്നെ കണ്ടിട്ട് എനിക്ക് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ചന്ദ്രാംഗതന്റെ വാക്കുകൾ കേട്ടപ്പോൾ സീമന്തിനി ഒരു തോഴിയുടെ മുഖത്തേക്ക് നോക്കി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുവാൻ പറഞ്ഞു. തോഴി കൈകൂപ്പിക്കൊണ്ട് വിനയാന്വിതയായി പറഞ്ഞു, അല്ലയോ രാജകുമാര, ഇവൾ ചിത്രവർമാവെന്ന രാജാവിന്റെ പുത്രി സീമന്തിനിയാണ്. ഇവളുടെ ഭർത്താവ് അങ്ങേപോലെ തോന്നിക്കുന്ന സുന്ദരമായ ചിത്രാംഗതനാണ്. ഒരിക്കൽ ഈ നദിയിൽ ജലക്രീഡയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ വീണ് അദ്ദേഹം മുങ്ങി മരിച്ചു. അതുമൂലം സീമന്തിനിക്ക് വൈധവ്യമുണ്ടായി. കൂടാതെ ചന്ദ്രാംഗതന്റെ പിതാവിനെ ശത്രുക്കൾ ആക്രമിച്ച് പിടിച്ചുകെട്ടി. ഇങ്ങനെ പല പ്രകാരത്തിൽ ഇവൾ 3 വർഷമായി വേദന തിന്നുകയാണ്. എങ്കിലും ഇവൾ ഭഗവാൻ മഹേശ്വരനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ചു വരികയാണ്. ഇന്ന് സോമവാരമാണ്. അതിനാൽ നദിയിൽ കുളിച്ച് മഹാദേവനെ ദർശിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും അതറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ചന്ദ്രാംഗതനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതേപോലെ ചന്ദ്രാംഗതനായിരുന്നു, ഉത്തമനായിട്ടുള്ള ചന്ദ്രാംഗതനായിരുന്നു ഈ രാജകുമാരിയുടെ സീമന്തിനിയുടെ ഭർത്താവ് എന്ന് പറയുന്നത്. ഇതേപോലെ വള്ളം മറിഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് എവിടെ പോയി, ചന്ദ്രാംഗതൻ എവിടെ പോയെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുകയാണ്. ഞാൻ സിദ്ധന്മാരിൽ ഒരുവനാണ്. അദ്ദേഹം യാന്ത്രികം എന്ന പോലെ മറുപടി പറഞ്ഞു. ചന്ദ്രാംഗതന്റെ മനതാരിൽ ദുഃഖവും സന്തോഷവും പ്രേമവും നാണവും ഒക്കെ കുടിയേറി. തൽക്കാലം പരസ്യമായി ആരാണെന്ന കാര്യം വെളിപ്പെടുത്തേണ്ടതില്ലെന്ന് അദ്ദേഹം വിചാരിച്ചു. പിന്നെ സീമന്തിനിയുടെ അടുത്തേക്ക് ചെന്ന് ചെവിയിൽ മന്ത്രിച്ചു. ഹേ സുന്ദരി, നീ ഒരു വിധത്തിലും ദുഃഖിക്കരുത്. നിന്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 3 ദിവസത്തിനകം ചന്ദ്രാംഗതൻ നിന്റെ അടുക്കൽ എത്തിച്ചേരുന്നതാണ്. ആ വിവരം മുൻകൂട്ടി നിന്നെ അറിയിക്കുവാനാണ് ഞാൻ വന്നത്. ഇക്കാര്യം മറ്റാരെയും അറിയിക്കരുത്. ഭഗവാൻ ശ്രീ ശങ്കരൻ നിന്നെ രക്ഷിക്കാതിരിക്കുമോ? ഇത്രയും പറഞ്ഞിട്ട് ചന്ദ്രാംഗതൻ സീമന്തിനിയുടെ കണ്ണുകളിലേക്ക് പ്രേമാധികത്തോടെ ഒറ്റുനോക്കി. അവളിൽ സൗന്ദര്യം പൂത്തുലയുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതോടെ അവൾ തന്റെ പ്രാണേശ്വരി തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ സീമന്തിനിയുടെ മനോരഥം അസാധാരണമായ ചിന്തകളുടെ ലോകത്തേക്ക് കുതിച്ചു. അപ്പം 3 വർഷമായിട്ട് ഇങ്ങനെ ദുഃഖങ്ങൾ സീമന്തിനി അനുഭവിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയ ചിത്രാംഗതൻ സീമന്തിനിയോട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. പകരം പറയുകയാണ്, 3 ദിവസത്തിനകം നിന്റെ മുന്നിലേക്ക് ചന്ദ്രാംഗതൻ വരുന്നതായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സീമന്തിനി വളരെയധികം സമാധാനം സീമന്തിനിക്ക് ഉണ്ടാവുകയാണ്. എന്നാലും സീമന്തിനി ഇങ്ങനെ ആലോചിക്കുകയാണ്, 3 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ എന്റെ ഭർത്താവ് തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ ഞാൻ കേട്ടത് സ്വപ്നമാണോ, അതോ മനസ്സിന്റെ വെറും തോന്നലോ? സ്വപ്നത്തിൽ പോലും തനിക്ക് ഭർതൃദർശനം ലഭിച്ചതായി ഓർക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നേരിട്ടുള്ള ദർശനം ലഭിക്കുന്നത്? അതിനുള്ള എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത്? ഒരുപക്ഷെ പണ്ട് തപസ്വിനിയായ മൈത്രേയ മാതാവിന്റെ വാക്കുകൾ അനുഗ്രഹങ്ങളായി മാറുന്നതാണോ? അതോ താൻ വിധിപൂർവം അനുഷ്ഠിക്കുന്ന തിങ്കളാഴ്ച വ്രതത്തിന്റെ മഹാത്മ്യമോ? എന്തായാലും പാർവതീകാന്തനെ പൂജിച്ചാൽ പുണ്യം കാരുണ്യനിധിയായ ഭഗവാൻ തരാതിരിക്കില്ല. സീമന്തിനി ചിന്താധീനിയായി നിൽക്കുകയാണെന്നറിഞ്ഞ ചന്ദ്രാംഗതൻ കുതിരപ്പുറത്ത് കയറി അവിടെ നിന്നും പാഞ്ഞുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം നിഷധ രാജധാനിയിലെത്തി. ബന്ധുക്കളായി ശത്രുക്കളെ അകറ്റാൻ അദ്ദേഹം പന്നകരാജനെ ഏർപ്പെടുത്തി. നാഗനന്ദനൻ ഇപ്രകാരം ഉറക്കെ അറിയിച്ചു. കരുത്തനായ ചന്ദ്രാംഗതൻ ഇതാ മടങ്ങി വന്നിരിക്കുന്നു. ഹേ ദുഷ്ടന്മാരെ, ജീവൻ വേണമെങ്കിൽ സിംഹാസനം ഉപേക്ഷിച്ച് ഓടിക്കൊള്ളുക. രാജാവിനെ തടങ്കിൽ നിന്നും മോചിപ്പിക്കുക. പന്നക രാജാവായ തക്ഷകന്റെ രാജധാനിയിൽ നിന്നും വേണ്ടത്ര തയ്യാറെടുപ്പോടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ കൽപ്പനകൾ ഉടൻ അനുസരിച്ചിരുന്നെങ്കിൽ യമപുരിയിലേക്ക് പോകുവാൻ തയ്യാറായിക്കൊള്ളുക. പന്നകപാലന്റെ ഉച്ചത്തിലുള്ള മുന്നറിയിപ്പ് കേട്ട് ശത്രു രാജാക്കന്മാർ ഇന്ദ്രസേനെ കാരാഗ്രഹത്തിൽ നിന്നും ഉടൻ മോചിപ്പിച്ചു. പിന്നീട് ഭക്ത്യാദര പുരസരം പത്നി സമേതം സിംഹാസനത്തിലെത്തി. അതിനുശേഷം ശത്രുക്കൾ ചെന്ന് ചന്ദ്രാംഗതന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പഴയ കാര്യങ്ങളെല്ലാം മറന്ന് അദ്ദേഹം അവർക്ക് മാപ്പ് കൊടുത്തു. മാത്രമല്ല വേണ്ടത്ര ധനം കൊടുത്ത് മടക്കി അയക്കുകയും ചെയ്തു. ഇത് കണ്ടുനിന്ന സേനാനായകന്മാരും പുരവാസികളും നാനാജാതി മതസ്ഥരായ മറ്റുള്ളവരും ബ്രാഹ്മണരും പ്രഭുക്കന്മാരും തുടങ്ങിയ സകലരും ഉദ്യാനത്തിലിരിക്കുകയായിരുന്ന ചന്ദ്രാംഗതനെ ചെന്നുകണ്ട് നമസ്കരിച്ചു. അനന്തരം അദ്ദേഹം ഉദ്യാനത്തിൽ നിന്നും എഴുന്നേറ്റ് ചെന്ന് മാതാപിതാക്കളെ നമസ്കരിച്ചു.
മാതാപിതാക്കൾ അത്ഭുതത്തോടും ആനന്ദത്തോടും കൂടി തങ്ങളുടെ വാത്സല്യനിധിയായ പുത്രൻ യാതൊരു ആപത്തും കൂടാതെ മടങ്ങി വന്നതിൽ അത്യധികം സന്തോഷിച്ചു. അതിനുശേഷം അച്ഛനമ്മമാരും ബന്ധുക്കളും ചന്ദ്രാംഗതനെ ആശീർവദിച്ചു. ചന്ദ്രാംഗതൻ 3 വർഷക്കാലത്തെ തന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള സംഭവങ്ങൾ അവരോട് വിവരിച്ചു. ഇതെല്ലാം തന്റെ മരുമകളായ സീമന്തിയുടെ സൗഭാഗ്യം കൊണ്ടാണെന്നും ശ്രീ പരമേശ്വരന്റെ പ്രീതിക്ക് വേണ്ടി സോമവാരവ്രതം അനുഷ്ഠിക്കുന്നതിനാൽ അവളോടുള്ള കാരുണ്യാതിരേകത്താൽ ഭഗവാൻ പ്രസാദിച്ചതാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഈ വിവരങ്ങളെല്ലാം ചിത്രവർമാവിനെ ധരിപ്പിക്കാൻ അദ്ദേഹം സന്ദേശവാഹകരെ ഏർപ്പാടാക്കി. അങ്ങനെ ഈ ചന്ദ്രാംഗതൻ എന്ത് ചെയ്യുകയാണ്? ഒരു രാജ്യത്ത് പോവുകയാണ്. അവിടെ പോയിട്ട് അവിടെ യുദ്ധം ചെയ്യുകയാണ്. അവിടെ കുറെ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരുണ്ടായിരുന്നു. ഇവരെയെല്ലാം ചന്ദ്രാംഗതൻ വധിക്കുകയാണ്. അതിന് കൂട്ടായിട്ട് ചന്ദ്രാംഗതന്റെ കൂടെ നാഗരാജാവും അതുപോലെ തക്ഷകന്റെ പരിവാരങ്ങളെ എല്ലാവരും ഉണ്ടാവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ആ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ എല്ലാം വധിക്കുകയാണ്. അങ്ങനെ ചന്ദ്രാംഗതൻ എവിടേക്ക് തിരിച്ചു വരികയാണ്? രാജ്യത്തേക്ക് തിരിച്ചു വരികയാണ്. മരിച്ചുപോയെന്ന് വിശ്വസിച്ചിരുന്ന തന്റെ മരുമകൻ യാതൊരു ആപത്തും കൂടാതെ നാഗലോകത്തെത്തുകയും പന്നഗ രാജാവിന്റെ അനുഗ്രഹത്താൽ മടങ്ങി വരികയും ചെയ്തു വന്ന വാർത്ത കേട്ടറിഞ്ഞ ചിത്രവർമാവും പത്നിയും അത്യധികം സന്തോഷിച്ചു. അവർ ഉടൻ തന്നെ തന്റെ പുത്രിയെ വിവരം അറിയിക്കുകയും അവൾക്കായി പുതിയ താലിമാല പണികഴിപ്പിക്കുകയും ചെയ്തു. പിതാവ് നൽകിയ ആടയാഭരണങ്ങൾ അണിഞ്ഞ് സീമന്തിന്റെ പൂർവാധികം സുന്ദരിയായി. ഈ സമയം തക്ഷകനും നാഗകുമാരനും തങ്ങളുടെ കൃത്യം പൂർത്തിയാക്കിയ ശേഷം പാതാളത്തിലേക്ക് പോയി. ഇന്ദ്രസേനനും പത്നിയും സന്തോഷ സമേതരായി വസിച്ചു പോന്നു. ചന്ദ്രാംഗതൻ പത്നിയോടും മാതാപിതാക്കളോടും ഒപ്പം ആനന്ദത്തോടെ വസിച്ചു പോന്നു. തിങ്കളാഴ്ച വ്രതം പൂർവാധികം ഭക്തിയോടെ അവർ അനുഷ്ഠിച്ചു പോന്നു. ബ്രാഹ്മണർക്ക് അന്നവും വസ്ത്രവും ദക്ഷിണയും നൽകി അവരെ ആദരിച്ചു. ചന്ദ്രാംഗതനും സീമന്തിനിക്കും വേണ്ടി സകല ജനങ്ങളും ത്രൈലോക്യനാഥനായ ശിവനോട് പ്രാർത്ഥിച്ചു. അപ്പോ ചന്ദ്രാംഗതൻ തിരിച്ചെത്തുകയാണ്. അങ്ങനെ അതിൽ വളരെയധികം എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയാണ്. സീമന്തിനിയും വളരെയധികം സന്തോഷിക്കുകയാണ്. അങ്ങനെ സീമന്തിനിയും ചന്ദ്രാംഗതനും വളരെ കാലം തന്നെ വർഷങ്ങൾ തന്നെ സന്തോഷത്തോടുകൂടി അവിടെ ജീവിക്കുകയാണ്. രാജാവും പത്നിയും ഒക്കെ ആയിട്ട് അവരച്ഛനും അമ്മയും എല്ലാവരും ആയിട്ട് കുടുംബസമേതം സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ്. അളന്നു കുറിക്കാൻ കഴിയാത്ത വിധം അപാരവും അത്ഭുതകരവുമായ കാരുണ്യം ചൊരിയുന്ന മഹാപ്രഭുവാണ് പരബ്രഹ്മം ആകാരം കൊണ്ട ശ്രീ പരമേശ്വരൻ. ഭക്തി അഥവാ ഈശ്വരനോടുള്ള നിഷ്കാമ പ്രേമം മാനസക്ഷേത്രത്തിൽ വളർത്തുന്ന ഏതൊരു സാധകനും ശ്രീ ശങ്കരന്റെ അപൂർവമായ കൃപ സുലഭമായി തീരുന്നതാണ്. അലൗകികമായ പ്രേമം വളർത്തുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു. അപൂർവമായ മാനവജന്മം ധന്യമാക്കുവാനും അതിലൂടെ ശ്രീ ശംഭുവിന്റെ വരപ്രസാദത്താൽ മോക്ഷം ലഭിക്കുവാനുമാണ് ഒരു വ്യക്തി പ്രയത്നിക്കേണ്ടത്. മറിച്ച് ഇന്ദ്രിയപരമായ അല്പസുഖത്തിന് വേണ്ടി ധർമ്മങ്ങളെ പരിരക്ഷിക്കാതെ വെകിളി പിടിച്ച മനസ്സുമായി അലയുന്നുവെങ്കിൽ അത് ലക്ഷ്യം തെറ്റിയുള്ള ജീവിതമായി തീരും. അപ്പോൾ ഭഗവാനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ എല്ലാവരുടെയും മാനവജന്മത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് മോക്ഷത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ ഒരു മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നാം എല്ലാവരും പ്രയത്നിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മളെ ധർമ്മത്തെ എല്ലാം മാറ്റിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ഭൗതികമായിട്ടുള്ള സുഖങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് വളരെയധികം എന്താവുന്നതാണ്, കലുഷിതമാവുന്നതാണ്. അതിലൂടെ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. എല്ലാവരുടെയും മനസ്സ് എപ്പോഴും എങ്ങോട്ട് കൊണ്ടുവരാം? ഭഗവാനിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ആ മുക്തിക്ക് വേണ്ടിയിട്ട്, ആ മോക്ഷത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം നാം ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നാം പ്രയത്നിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ധർമ്മത്തെ പരീക്ഷിക്കാതെ വെകിളി പിടിച്ച മനസ്സുമായി അലയുന്നുവെങ്കിൽ അത് ലക്ഷ്യം തെറ്റിയുള്ള ജീവിതമായിരിക്കും. മാത്രമല്ല അത് നരകീയവുമായിരിക്കും. 84 ലക്ഷത്തിൽ പരം ജന്മങ്ങൾ കൈവരിച്ച് പാപകർമ്മങ്ങൾ ജീവിതപ്രദമാക്കിയിരുന്നതിനാൽ ഒരു ജീവാത്മാവിന് പരമാത്മാവിനോട് ചേരാൻ കഴിയുകയില്ല. മാത്രമല്ല ആ ജന്മങ്ങളിലൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ ദിവ്യാനുഭൂതി അനുഭവിച്ചതുമില്ല. മാനവ ഹൃദയ കമലത്തിൽ ദിവ്യ പീയൂഷകുംഭം ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാതെയും അത് അനുഭവിപ്പിക്കാൻ തക്ക വിധത്തിൽ ഈശ്വരനോടുള്ള നിസീമമായ പ്രേമം വളർത്തിയെടുക്കാതെയും അലക്ഷ്യമായി ജീവിക്കുന്നവർക്ക് സൽഗതി ലഭിക്കുകയില്ല. സകല നാഡീഞരമ്പുകളെയും നനയ്ക്കുന്ന ദിവ്യാമൃതം അഥവാ സച്ചിദാനന്ദം ഭഗവാൻ ശ്രീശങ്കരൻ സകല ജീവികളിലും നിറച്ചിരിക്കുന്നു. ഭാഗ്യവശാൽ മുജ്ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ അനായാസം വലിച്ചെറിയുവാനും ജീവിച്ചിരിക്കുന്ന നാളുകളിൽ ഓരോ ശ്വാസഗതിയും ഈശ്വരോന്മുഖമാക്കുവാനും ഒരാളിന് സാധിച്ചാൽ തീർച്ചയായും ആ വ്യക്തിക്ക് പരമമായ ദിവ്യാനന്ദം അനുഭവിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഇത്തരം ഒരു ധന്യാവസ്ഥ കൈവരണമെങ്കിൽ വേണ്ടുവോളം ആധ്യാത്മിക സമ്പത്തുള്ളവനും ശ്രീ പരമേശ്വരന്റെ പാതാരവിന്ദങ്ങളിൽ പറ്റുന്ന
വസിക്കുന്ന പാംസുക്കളിൽ ഒരെണ്ണമെങ്കിലും മൗലിയിൽ ചൂടുവാനുള്ള പുണ്യം ചെയ്തവനുമായിരിക്കണം. സകല പുരുഷാർത്ഥങ്ങളും യഥാവിധി സാധിച്ചു തരുന്ന ജഗദംബിക വല്ലഭനായ ശ്രീ ശങ്കരന്റെ ഭക്തനായ ഒരു ഗുരുവിന്റെ സാത്വികോപദേശത്തിലൂടെ മുൻജന്മങ്ങളിലെ പാപങ്ങളെ നശിപ്പിക്കുവാനും അതിലൂടെ സന്മാർഗചാരിയായി തീരുവാനും സാധിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക, പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ഇതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ഭൂമിയിൽ വന്ന് ജനന മരണ ചക്രങ്ങളിൽ പെട്ട് ഉഴലേണ്ടി വരും. പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പൂർവ്വജന്മ കർമ്മ ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ത്യജിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാനിലേക്ക് വന്നാൽ ഭഗവത് സാക്ഷാത്കാരം നേടുക, അങ്ങനെ ആ മോക്ഷത്തിന് വേണ്ടിയിട്ട്, ആ മുക്തിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ്. അതിനൊരു ശിവഭക്തനായിട്ടുള്ള ഒരു പരമ ഗുരുവിനെ നമ്മൾ കണ്ടെത്തി ആ ഗുരുവിലൂടെ നമുക്ക് നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കുവാനും അതിലൂടെ സന്മാർഗചാരിയായി തീരുവാനും സാധിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഈ കലിയുഗത്തിൽ മോക്ഷം ക്ഷിപ്രസാധ്യമാണെന്നാണ് ക്രാന്തദർശികളായ മുനീശ്വരന്മാർ പ്രസ്താവിച്ചിട്ടുള്ളത്. ശ്രീ പരമേശ്വരന്റെ മഹാകൃപയ്ക്ക് പാത്രമാകാൻ ഏതൊരു വ്യക്തിക്കും കഴിയുന്നതാണ്. പൂജാമുറിയോ മറ്റുള്ള സംവിധാനങ്ങളോ ആവശ്യമില്ല. അശുദ്ധവും അനാവശ്യവുമായ മേഖലകളിൽ കടിഞ്ഞാണില്ലാതെ അശ്വങ്ങളെ പോലെ സദാ വിഹരിച്ചു നടക്കുന്ന മനസ്സിനെ ധാരണയിലൂടെ നിയന്ത്രിച്ചു നിർത്തുന്നതിനെ ഈശ്വര ദർശനത്തിന്റെ അദ്വൈത ചിന്താധാരയിലേക്ക് തിരിച്ചുവിടുവാൻ കഴിയുന്നവരാണ് ജീവിത ലക്ഷ്യം സ്വാർത്ഥമാക്കുന്നത്. അല്പസുഖങ്ങൾ അനുഭവിപ്പിക്കാൻ സദാ ആർത്തി കാട്ടുന്ന ചലനാത്മകമായ നാവിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് വിട്ടുകൊടുക്കാതെ അവയെ ഒരു വ്യക്തിയുടെ ധാരണയ്ക്ക് വിധേയമാക്കി നിർത്തിക്കൊണ്ട് എപ്പോഴും ജഗദീശ്വരന്റെ തിരുനാമത്തെ അവിടെ കുടിയിരുത്തുവാൻ കഴിയണം. യാത്ര ചെയ്യുമ്പോഴും മറ്റു കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും നാവ് കൊണ്ട് ഓം നമഃശിവായ എന്ന തിരുനാമം അനവരതം ഉരുക്കഴിക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവത് ചിന്തയോട് നമ്മൾ കഴിയാന്നുള്ളതാണ്. ഈ കലികാലത്തിലെ ഓരോ സജ്ജനങ്ങൾക്കും ജീവിച്ചു പോകാൻ വളരെയധികം കൊണ്ട് തന്നെ ഈ കലികാലത്തിൽ തന്നെ നമുക്ക് മോക്ഷം അല്ലെങ്കിൽ മുക്തി ലഭിക്കുവാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ഭഗവാന്റെ ഓം നമഃശിവായ മന്ത്രം എവിടെ യാത്ര ചെയ്യുമ്പോഴും എവിടെ പോകുമ്പോഴും നമ്മൾ ഉരുക്കഴിക്കണം എന്നാണ് പറയുന്നത്. ഇപ്രകാരം തിരുനാമോച്ചരണത്തിലൂടെ മാത്രം ഒരു സാധകന് ഭഗവാന്റെ ഇഷ്ടപാത്രമാവുകയും ഒരു സൽഗുണ സമ്പന്നനായ സാധകനാവുകയും ചെയ്യും. സീമന്തിരിക്ക് 14-ാമത്തെ വയസ്സിൽ വൈദവ്യം വിധിച്ചിട്ടുണ്ടെന്ന ജ്യോതിഷ പ്രമാണം സത്യം തന്നെയായിരുന്നു. തന്റെ വിധിയെ പഴിക്കാതെ അതിനെ മറികടക്കാൻ വേണ്ടി വിധിപൂർവം സോമവാര വ്രതത്തിൽ ഏർപ്പെടുകയാണ് അവൾ ചെയ്തത്. തനിക്ക് ഇത്തരം ഒരു വിധി നിശ്ചയിച്ച ഭഗവാനെ കൊണ്ട് തന്നെ അത് തിരുത്തി കുറിക്കുവാനാണ് സീമന്തിനി ഒരുങ്ങിയത്. കാരണം വിധിയെ മറികടക്കാൻ താൻ അപ്രാപ്തിയാണെന്ന് ആ സാധികയ്ക്ക് അറിയാമായിരുന്നു. വിവാഹശേഷം ഭർത്താവ് ചന്ദ്രാംഗതനെ കൊണ്ടും അവൾ സോമവാര വ്രതം നടത്തിക്കുന്നു. എന്നാൽ പൂർവ്വവിധി ഭഗവാൻ തന്നെ നിശ്ചയിച്ച ഇരുന്നതിനാൽ 3 വർഷക്കാലം അവൾക്ക് അത് അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും ശ്രീ ശങ്കരന്റെ കൃപയാൽ വീണ്ടും പ്രാണേശ്വരനുമായി ഒത്തുചേരാൻ അവൾക്ക് ഭഗവാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ തിങ്കളാഴ്ച വ്രതത്തിലൂടെ പരമമായ ആനന്ദം അനുഭവിച്ച് അവർ ജീവിതം തുടരുകയും ചെയ്തു. അങ്ങനെ തിങ്കളാഴ്ച വ്രതത്തിന്റെ മഹാത്മ്യമാണ് ഇവിടെ പറയുന്നത്. സോമവാര വ്രതത്തിന്റെയും തിങ്കളാഴ്ച വ്രതത്തിന്റെയും ആ ഒരു മഹാത്മ്യമാണ് ഇവിടെ പറയുന്നത്. ആ ഒരു വ്രതം അനുഷ്ഠിച്ചത് കൊണ്ട് തന്നെയാണ് 3 വർഷം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു എങ്കിലും 3 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഒരുമിക്കാൻ സാധിച്ചത്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമഃശിവായ. അപ്പൊ ഈ സോമവാര വ്രതവും അതുപോലെ തിങ്കളാഴ്ച വ്രതവും ഒക്കെ എല്ലാ സ്ത്രീകളും എടുക്കുന്നത് ഉത്തമമായിരിക്കും. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഇനി നമുക്ക് മോക്ഷത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. മോക്ഷം മുക്തി എന്നൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ യഥാർത്ഥത്തിൽ നമുക്ക് ഈ മനുഷ്യജന്മം തന്നത്. പക്ഷെ നാം അത് ഈ ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിയുമ്പോൾ നാം അതെല്ലാം മറന്നു പോവുകയാണ്. മറന്നുപോയിട്ട് നമ്മൾ പലതരത്തിലുള്ള സംതൃപ്തികളിലേക്ക്, പലതരത്തിലുള്ള സുഖഭോഗങ്ങളിലേക്ക് ഒക്കെ നമ്മൾ വഴിതിരിച്ചു പോവുകയാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല നമ്മുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല, ഭൂമിയിൽ പലതരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ദുഷ്ട സ്വഭാവമുള്ള ആൾക്കാരുണ്ട്, വഞ്ചനയും ചതിയും ക്രൂരതയും ഒക്കെയുള്ള ആൾക്കാരുണ്ട്. നമുക്ക് അതിൽ നിന്ന് അറിയാൻ കഴിയില്ല ആരാണ് നല്ലവർ, ആരാണ് കൊള്ളാത്തവര്. നമ്മുടെ കൂടെ നല്ലതായിട്ട് നിൽക്കുന്നവരാണ് ചിലപ്പോൾ നമുക്ക് പണിയുന്നത് അല്ലേ. അപ്പം നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭൂമിയിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് അറിയില്ല. ഇത് എൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഒരു ഉദാഹരണം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എൻ്റെ അമ്മ തന്നെ അടുത്ത് തന്നെ ദേവീക്ഷേത്രങ്ങളാണ്, 2 ദേവീക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ ഈ 2 ദേവീക്ഷേത്രങ്ങളിലും അമ്മ എന്നും പോയി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്.
പക്ഷെ എൻ്റെ അച്ഛനും അതുപോലെ തന്നെയായിരുന്നു. വളരെ ഭക്തിപരമായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന സമയത്ത് പൈസയൊക്കെ സമ്പാദിച്ചിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള വസ്തു വാങ്ങാനായിട്ട് ശ്രമിച്ചപ്പോൾ അച്ഛൻ അഡ്വാൻസ് വരെ കൊടുത്തു. പക്ഷെ എൻ്റെ അച്ഛനെ ചതിച്ചുകൊണ്ടാണ് അച്ഛൻ്റെ ശത്രുക്കൾ അത് വാങ്ങി അവിടെ വീട് വെച്ചത്. അപ്പൊ അവിടെ എൻ്റെ അച്ഛനെ സഹായിക്കാൻ ഒരു ദൈവങ്ങളോ ആരും വന്നില്ല എന്നുള്ളതാണ്. അതായത് ദൈവങ്ങൾക്ക് ഇപ്പൊ ദേവിക്കായാലും ഇറങ്ങി വന്നിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റെ അമ്മ അത്രയും ഭക്തിയായിട്ട് കൂടി ഇപ്പോഴും അങ്ങനെ ഒരു ചെറിയ വീട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഇതൊക്കെയെന്ന് പറയുന്നത് പൈസയുടെ ആ കുറവ് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പൈസ നമ്മൾ വിചാരിക്കും ഒരു കടലാസ് പോലെ ആയിരിക്കും നമ്മൾ കാണും, നമ്മൾ ചെലവാക്കി കളയും. നമ്മൾ ചെലവാക്കി കളഞ്ഞ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു അല്ലേ? അപ്പൊ നമ്മളതൊന്നും ചെയ്യില്ല. പക്ഷെ ഈ വീടുകൾ വെക്കുന്നവരെന്ന് പറഞ്ഞാൽ അവര് കടമൊക്കെ എടുത്തിട്ടായിരിക്കും വെക്കുന്നത്. എന്നിട്ട് അവർ അതിന്റെ പുറകെ ഓടുകയായിരിക്കും ചെയ്യുന്നത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത് അല്ലേ? ശത്രുത കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ മറ്റുള്ളവരുടെ മുമ്പിൽ ആളായി കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒന്നും നമുക്ക് ഈ പറയുന്ന ദേവീനെ പ്രാർത്ഥിച്ചുവെങ്കിലും ദേവി ആ സമയത്ത് വന്ന് ഇത് തടയുകയോ അല്ലെങ്കിൽ ഈ ഒരു ചതി അവിടെ സംഭവിക്കുമോ എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു ചതി തടയുവാനോ സാധിച്ചിട്ടില്ല, ആ ചതി തടഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എനിക്കുണ്ടായ അനുഭവം, എന്നെ അന്ന് ആദ്യമായിട്ട് വിവാഹം കഴിച്ചു കൊടുത്ത സമയത്ത് എനിക്കിതുപോലെ എന്നെ ആദ്യമായിട്ട് വിവാഹം കഴിച്ച ആളെ എന്നെ ഇതേപോലെ ഉപദ്രവിച്ച് ഗർഭിണിയായിരുന്ന സമയത്ത് എന്നെ ചവിട്ടി. ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും ദേവീനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. അവിടെ അടുത്ത് തന്നെയും ഒരു ദേവീ ക്ഷേത്രം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ദേവിക്ക് ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എന്നെ അയാൾ കൊന്നാനെ. മനസ്സിലായോ? അപ്പം ആ സമയത്ത് നമ്മളെ ഈ ഭൂമിയിലായതുകൊണ്ട് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ ചില സാഹചര്യങ്ങളിൽ രക്ഷിക്കാൻ ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ ദേവന്മാർക്കോ ഒന്നും ഭഗവാനോ ഒന്നും ചിലപ്പോൾ ഇറങ്ങി വന്ന് രക്ഷിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമുക്ക് പല ആൾക്കാരുടെ രീതിയിലും ഒന്ന് നമ്മളെ രക്ഷിക്കാറുണ്ട് അല്ലെ, പല കാര്യങ്ങൾ പറഞ്ഞു തരാറ്, അങ്ങനെയൊക്കെയുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ദ്രോഹങ്ങൾ നമ്മളെ പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. ആ സമയത്തും ദൈവങ്ങൾ അതൊന്നും തടയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് ഇപ്പം ദേവിമാർക്കായാലും ദേവന്മാർക്കായാലും ആർക്കായാലും നമ്മളെ പൂജിക്കുന്നവർക്ക് നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇതാണ് ഭൂമിയും അല്ലാതുള്ള മറ്റുള്ള ലോകങ്ങളും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയുന്നതാണ്. നമ്മളെ എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് നമ്മൾ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതിൽ കുടുങ്ങിപ്പോവും അല്ലെങ്കിൽ പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ പെട്ടെന്ന് രക്ഷിക്കാൻ ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ചില ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഇതിന് അവർ രക്ഷപ്പെടുന്നവരുണ്ടല്ലേ, അതൊക്കെ എന്ന് പറയുന്ന ഒരു ദൈവികതയാണ്. പക്ഷെ എല്ലാ സമയത്തും എല്ലാ കാലത്തും നമുക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ദൈവങ്ങൾക്ക് ചിലപ്പോൾ ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. ഇപ്പൊ ദേവിക്കായാലും ഭഗവാനായാലും നമ്മൾ വിശ്വസിക്കുന്ന ഏത് ഇതായാലും നമുക്ക് ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അല്ലേ? അതാണ് ഈ ഭൂമിയുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഞാനും പല പ്രാവശ്യം പറയണത്, ഞാൻ ഈ ഭൂമിയിൽ ഒരു പെണ്ണായിട്ട് വന്ന് ജനിച്ചിട്ട് ഒരുപാട് ദുഃഖങ്ങൾ ഞാനും എൻ്റെ വീട്ടുകാരും അനുഭവിച്ചു. ഇനി അനുഭവിക്കാൻ ദുഃഖങ്ങളൊന്നുമില്ല. ഒരു തെറ്റും ചെയ്യാതെ തന്നെ പലതരത്തിലുള്ള പഴികൾ കേട്ടു, പല പ്രശ്നങ്ങളുണ്ടായി. ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ട് അത് അങ്ങനെയായി, പിന്നെ അത് ഡിവോഴ്സ് ചെയ്തു, പിന്നെ ഈ ഒരു വിവാഹം കഴിച്ച് ഇതിലും ഒരു സമാധാനം ഇല്ല. അപ്പം എല്ലാം കൊണ്ടും ഒരു പെണ്ണായിട്ട് ജനിച്ചതിൽ ഞാൻ ഒരിക്കലും സന്തുഷ്ടയല്ല. ഒരു പെണ്ണായിട്ട് ജനിച്ചതിൽ ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ ഞാൻ അനുഭവിച്ചു. ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടുകാരും അനുഭവിച്ചു. അപ്പൊ നമ്മൾ അത് തന്നെ നമ്മൾ കേസ് പറഞ്ഞു നടന്നു 5 വർഷം. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇത്രയും ദ്രോഹം ചെയ്തവരോടൊന്നും ക്ഷമിക്കാനുള്ള അത്രയും വലിയ മഹാമനസ്കതയൊന്നും എനിക്കില്ല. കാരണം അത്രയും വലിയ ക്രൂരത നമ്മുടെ കുടുംബത്തെ തന്നെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള വ്യക്തിയോട് ഞാൻ ക്ഷമിച്ചാൽ പോലും ഭഗവാൻ അവരോട് ക്ഷമിക്കില്ല, ഭഗവാനും ഭഗവതിയൊന്നും അവരോട് ക്ഷമിക്കില്ല എന്നുള്ളതാണ്. ക്ഷമിക്കരുതെന്ന് തന്നെയാണ്. കാരണം ക്ഷമിച്ച് പിന്നെ അവർക്ക് വീണ്ടും ഒരു മനുഷ്യജന്മം വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അവര് ഒരാണായിട്ടാണ് ജനിക്കുന്നത്, വീണ്ടും വേറൊരു പെണ്ണിനെ ഇതുപോലെ അവന്മാര് ജനിച്ചിട്ട് വന്നിട്ട് ദ്രോഹിക്കും. അതിനുള്ള ഇട ഉണ്ടാക്കരുതേ ഭഗവാൻ എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ.
അതിനുള്ള ഇട ഉണ്ടാക്കരുത്. കാരണം അങ്ങനെയുള്ളവർ ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം. അവരൊരിക്കലും ഇനി ഭൂമിയിലേക്ക് ഒരു ആണായിട്ട് വന്നിട്ട് അവർ ജനിക്കരുത്, അല്ലെങ്കിൽ അവർക്കൊരു പെണ്ണായിട്ട് ജനിച്ചിട്ട് അവർ ആ ദുഃഖം മനസ്സിലാക്കണം. എന്ന് വെച്ചിട്ട് അങ്ങനെ എനിക്ക് സംഭവിച്ചതുപോലെ ഒരു പെണ്ണിനും സംഭവിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഭക്തിയിലോട്ട് കൂടുതൽ, ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഭക്തിയിലോട്ട് ഇത്ര ചെറുപ്പത്തിലെ ഭക്തിയിലോട്ട് വരാൻ കാര്യം എന്താണ്, ഇത്ര ചെറുപ്പത്തിലെ ഭക്തിയിലോട്ട് വരാൻ കാരണം എനിക്ക് ഭയമാണ്. ഭയം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഭക്തിയിലോട്ട് വന്നത്. കൂടുതലായിട്ടും എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ, എൻ്റെ വീട്ടുകാർക്കുണ്ടായ അനുഭവങ്ങൾ, നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മളെ ഓരോ തലത്തിലേക്ക് എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ഓരോ അനുഭവങ്ങളാണല്ലോ. അപ്പം എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഭക്തിയിലോട്ട് വരാൻ കാര്യം. അത് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഹസ്ബൻഡ് ആയാലും എനിക്ക് ആ ഒരു സ്നേഹം, ആ ഒരു കെയറിങ് ഇല്ല. പുള്ളിക്കും ഈ പറഞ്ഞ പോലെ കടങ്ങൾ, ഫിനാൻഷ്യൽ പരമായിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ പുള്ളിക്കും ആ ദേഷ്യവും അതിൻ്റെ ആൻസൈറ്റിയും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഭക്തി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമാണ്, അതിൽ എനിക്ക് തടയിടാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് ഞാൻ ചോദിച്ചതുകൊണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഭക്തി കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവരെനിക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതിലവർക്ക് ഭയവും ഉണ്ട്. അവർക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഈ ഭക്തി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ കാല് ഇടയ്ക്ക് വെച്ചിട്ട് മെഷീനിലായിരുന്നു. അങ്ങനെ കാല് കുറേ നാൾ വയ്യാതെയൊക്കെ കിടക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഓരോ ദൈവം കൊടുക്കുക. അപ്പം ഭഗവാനായാലും ഭഗവതി ആയാലും അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ശിക്ഷകൾ കൊടുക്കുക. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ശിവഭഗവാനോടായാലും ദേവിയോടായാലും കൃഷ്ണനോടായാലും വിഷ്ണുവിനോടായാലും ഏത് ദൈവങ്ങളോടായാലും ആരോടായാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇനി എനിക്ക് ഭൂമിയിൽ ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ, അഥവാ എനിക്ക് ഭൂമിയിൽ ജന്മങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഒരു പെണ്ണായിട്ട് ഭൂമിയിലേക്ക് വരണ്ട, ഭൂമിയിലേക്ക് ഒരു പെണ്ണായിട്ട് എന്നെ ജനിപ്പിക്കല്ലേ ഭഗവാനെ, വരുത്തല്ലേ ഭഗവാനെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കാരണം അത്രയ്ക്ക് അനുഭവിച്ചു, അത്രയ്ക്കും ഒരു സ്ത്രീ ജന്മത്തിൽ എത്രയൊക്കെ നമ്മൾ അനുഭവിക്കാമോ, എത്രയൊക്കെ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ എന്തെല്ലാം പഴി കേൾക്കാമോ, എന്തെല്ലാം ദ്രോഹങ്ങൾ അനുഭവിക്കാമോ അത്രത്തോളം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഃഖങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനെന്നല്ല, ഏതൊരു ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഏതൊരു പെൺകുട്ടിയായാലും പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഒന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ജന്മമേ ഈ ഭൂമിയിലേക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഭൂമിയിലേക്ക് ജന്മം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ആണായിട്ട് എൻ്റെ അമ്മയുടെ മോനായിട്ട് തന്നെ എനിക്ക് വന്നാൽ അതല്ലാതെ മോളായിട്ട് വരണ്ടെന്നുള്ളത്. ഇനി ചിലപ്പോൾ നമ്മൾ ആണായിട്ട് ജനിച്ചാൽ അതിൻ്റെതായ ദുഃഖങ്ങളുണ്ടല്ലേ ചിലർക്ക്. എത്ര നല്ല ആൺകുട്ടികളായാലും അവർക്കും പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവില്ലേ. പക്ഷെ ആൺകുട്ടികളെക്കാളും ഒരു പെൺകുട്ടിയുടെയാണ്. കാരണം ഒരു പെൺകുട്ടിക്ക് എന്താ സംഭവിക്കുന്നത്, ആ ഏത് നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ആര് എന്തും ചെയ്യാം, ഇപ്പം ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നെ പോലെയുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പെൺകുട്ടികളുണ്ട്, പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പല കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ ആരും ഇതൊന്നും പറയുന്നില്ല, തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. ഇവരെല്ലാം ഇത് ഉള്ളിൽ ഒതുക്കി ഇവർ കഴിയുകയാണ്. ഇവർ കേസ് പോലും ചിലപ്പോൾ കൊടുക്കാറില്ല, പലതും സഹിച്ച് ഇവർ കഴിയും. ഇവരുടെ വീട്ടുകാരെ കുറിച്ച് ഓർത്തിട്ട് അവർ കഷ്ടപ്പെട്ടാണല്ലോ അയച്ചതെന്നൊക്കെ ഓർത്തിട്ട് അവർ ഉള്ളിൽ ഒതുക്കി നീറി കഴിയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് അമ്മമാരെ, ഒരുപാട് സ്ത്രീകൾ എനിക്കറിയാം, ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്നതിൽ അപ്പുറം, നിങ്ങൾക്കറിയാവുന്നതിൽ, നമുക്കറിയാവുന്നതിൽ അപ്പുറം ഉണ്ട്, മനസ്സിലായോ? പക്ഷെ അത് കേസ് കൊടുക്കാൻ ഒന്നിനും തയ്യാറാവില്ല. കാരണം ഇവരിതെല്ലാം ക്ഷമിച്ച് സഹിച്ച് ഇങ്ങനെ കഴിഞ്ഞു പോകും, മനസ്സിലായോ? അപ്പോൾ പെണ്ണായിട്ട് പറഞ്ഞാൽ മണ്ണായിട്ട് ജനിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ആ ബഹുമാനം കൊടുക്കുക, സ്ത്രീകളെ സ്നേഹിക്കാൻ പഠിക്കുക. ഇനി ചില സ്ത്രീകൾ അഹങ്കാരികളായിട്ടുള്ള സ്ത്രീകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാവരും നല്ലവരായിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഭൂരിപക്ഷം പേരും എങ്ങനെയാണ്, അല്ലെങ്കിൽ ചിലർ അങ്ങനെയുള്ള തൻ്റെടികളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യ സ്വഭാവങ്ങളിലേക്ക് മാറുന്നത് അവരുടെ സാഹചര്യങ്ങളും കൊണ്ട് അങ്ങനെ മാറിപ്പോയവരുണ്ടാവാം, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഭൂമിയിലേക്ക് വരണ്ട, എനിക്ക് ആ മുക്തി തന്നാൽ, അല്ലെങ്കിൽ ഭഗവാനിൽ ഒരു അഭയം തന്നാതെന്ന് ഞാൻ എപ്പോഴും അതാണ് പ്രാർത്ഥിക്കുന്നത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഇവൻ ആണുങ്ങൾക്കായാലും അതിൻ്റെതായിട്ടുള്ള, നല്ല ആൺകുട്ടികൾക്കായാലും നല്ല ആണുങ്ങൾക്കായാലും പലതരത്തിലുള്ള ദുഃഖങ്ങൾ, വിഷമങ്ങളുണ്ട്. ജോലി സ്ഥലത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രഷറുകളുണ്ട്, പല സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളുണ്ട്. അവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, മനസ്സിലായോ? ഒരു കുടുംബം പുലർത്തി പോവേണ്ടതും ആൺകുട്ടികളാണ്. അപ്പം നല്ല ആൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഹിന്ദു സമൂഹത്തിലായാലും നല്ല ആൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്, നല്ല
നല്ലവര്, നല്ല സ്നേഹമുള്ളവര്, സഹായികള്, സഹായ മനോഭാവമുള്ളവര്, ഭാര്യമാരെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ലവരുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ കൊള്ളാത്തവരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആസുരിക സ്വഭാവം വർദ്ധിച്ചു നിൽക്കുന്നവരും വളരെയധികം കൂടുതലാണ്. ഹരഹര മഹാദേവ ശംഭു മഹാദേവ. പിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെനിക്ക് നിങ്ങളോട് പറയാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസുരിക സ്വഭാവമുള്ളവരുടെ രക്ഷയ്ക്ക് നിൽക്കുന്നതാണ് ആസുരകാളി എന്ന് പറയുന്നത്. അപ്പൊ ആസുരകാളി ബാലഭദ്രയുടെ രൂപത്തിൽ ഇരിക്കട്ടെ, അതാണ് നല്ലതെന്ന് ഞാൻ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മഹാദേവനോട് ഞാൻ പറയുകയാണ്, ഇത് ഞാൻ പറഞ്ഞതാണ്, മഹാദേവന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ മഹാദേവൻ തന്നെ തീരുമാനിക്കുക, ഇനി ആ ബാലഭദ്ര രൂപത്തിലിരിക്കുന്ന അസുരകാളിയെ ആ പഴയ രൂപത്തിലേക്ക് ആക്കണോ വേണ്ടയോ എന്ന് ഭഗവാൻ തീരുമാനിക്കുക. അത് ഭഗവാന് ഞാൻ ഇനി പരമശിവന് വിട്ടുതരികയാണ്. എന്നിട്ട് ആ ദേവിയോട് പറയുക, ഒരു ശിക്ഷ കൊടുക്കുക. അപ്പം അത് മനസ്സിലാക്കുമല്ലോ. അപ്പം എന്നിട്ട് ആ ദേവിയോട് പറയുക, ഇങ്ങനെ ക്രൂര മനസ്സുള്ള ദുഷ്ടന്മാരുടെ ശക്തി വർദ്ധിപ്പിക്കാതിരിക്കാനും അവരുടെ കൂടെ നിൽക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം കൊടുക്കാൻ പറയുക. ഹരഹര മഹാദേവ ശംഭു മഹാദേവൻ. ഞാൻ ഇത് മഹാദേവന് വിട്ടുകൊടുക്കുകയാണ്. ഇനി മഹാദേവൻ തന്നെ തീരുമാനിക്കട്ടെ. അപ്പം ഞാനിതിൽ യോഗ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ വരാറുണ്ട്. എനിക്ക് നിങ്ങളോട് എനിക്കിത് പറയാമോ എന്നറിയില്ല. ഹരഹര മഹാദേവ. ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ പറഞ്ഞ അസുരകാളി ബാലഭദ്രയായിട്ട് വന്ന ആ രൂപത്തെ ഞാൻ ഇന്നലെ കണ്ടു. ഇന്നലെ ഞാൻ ബസ്സിൽ പോയ സമയത്ത് എൻ്റെ ആ ബസ്സിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സീറ്റിൽ അവിടെ വന്നിരുന്നു. വളരെയധികം കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു, ദുഃഖം ഉണ്ടായിരുന്നു. കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്, പക്ഷെ നല്ല തേജസ് ആയിരുന്നു കേട്ടോ, നല്ല തേജസ്. എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും ഡിഫറൻസ്. സാധാരണ മനുഷ്യരെയും ഒരു ദൈവികത്വമുള്ള ഒരു സ്ത്രീയും കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ അസുരകാളിയെ കണ്ടു. അസുരകാളി അത് ഭദ്രകാളി ദേവിയല്ല, ഭദ്രകാളി ദേവിയിലും ബാലഭദ്ര രൂപത്തിലുണ്ട്. ഇത് അസുരകാളി ദേവിയാണ്. അസുരകാളി ദേവി ആ ബാലഭദ്ര രൂപത്തിൽ വന്നതാണ്. പക്ഷെ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളിത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതെനിക്ക് പറയാമോന്നും എനിക്കറിയില്ല. ഇനി ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയുമെങ്കിൽ അത് കാണാൻ ഇനി കഴിയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളിപ്പോൾ കുറച്ച് പേരെ ഇതിൽ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനിത് പറയുകയാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ എല്ലാവരും ഈ കുട്ടിയെ തന്നെ ശ്രദ്ധിക്കുന്നത്. ഒരു 10-22 വയസ്സ് പ്രായം തോന്നിക്കും. അതിസുന്ദര എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയാണ് കേട്ടോ. ആ ഒരു ബാലഭദ്ര രൂപത്തിൽ വന്നപ്പോഴും അസുരകാളി ആണെങ്കിൽ കൂടി അതിസുന്ദരി. പക്ഷെ കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. കറുത്ത വസ്ത്രം ധരിച്ചിരുന്ന കയ്യിൽ ഒരു വെള്ള സഞ്ചി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ എന്തായാലും കയ്യിൽ വെള്ള സഞ്ചി ഒന്നും പിടിക്കില്ല. ഒന്നെങ്കിൽ നമ്മളെപ്പോലെ ഒരു ഹാൻഡ് ബാഗ് ആയിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ ബാഗൊക്കെ ആയിരിക്കും കയ്യിൽ ഉണ്ടാവുക. പക്ഷെ ഒരു വെള്ള സഞ്ചിയാണ് പിടിച്ചിരുന്നത്. നേരെ പോയി കിഴക്കേക്കോട്ടയാണ് ഇറങ്ങിയത്. കിഴക്കേക്കോട്ട ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അങ്ങോട്ടാണ് പോയത്. ഭഗവാനോട് പരാതി പറയാൻ പോയതാവാം. അപ്പൊ എല്ലാവരും ഈ ഒരു തേജസ്സുള്ള മുഖത്തിലേക്കാണ്. എനിക്കത് കാണിച്ചു തന്നു, ഞാൻ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കുകയും ചെയ്തു. ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് വിഷമമുണ്ട്, എന്നാ ഒരു ചെറിയ ദേഷ്യമുണ്ട്. ആ ഒരു ഭാവത്തിൽ എന്നെ നോക്കി. അപ്പൊ എനിക്കിത് എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറയുകയാണ്, ഇത് ആ ബാലഭദ്ര രൂപത്തിൽ വന്ന അസുരകാളിയാണിത്, ബാലഭദ്ര രൂപത്തിൽ വന്ന അസുരകാളിയാണിത് എന്നിങ്ങനെ മനസ്സ് പറയുകയാണ്. അപ്പൊ കുറ്റബോധമുണ്ട്. ആ ബാലഭദ്ര രൂപത്തിൽ വന്ന അസുരകാളിയാണെങ്കിൽ കുറ്റബോധമുണ്ട്. ഈ അസുരന്മാരുടെ കൂടെ നിൽക്കേണ്ടി വരുന്നല്ലോ എന്നോർത്തുള്ളൊരു കുറ്റബോധം മനസ്സിലുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ മന്ത്രിക്കുകയാണ്. അപ്പൊ ഞാനിത് കണ്ടു. എനിക്കിങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ തന്നെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നപ്പോൾ ഭഗവാൻ തന്നെ മോഹിനി രൂപത്തിൽ വന്ന ആ ഒരു രൂപം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇത് വന്നിട്ട് അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ഇറങ്ങി പോയി. അങ്ങനെ പിന്നെ ഞാൻ ഫോളോ ചെയ്തില്ല, ഞാൻ പോവാനൊരുങ്ങിയില്ല, ഞാൻ തിരിച്ച് നടന്നു. ഹരഹര മഹാദേവ ശംഭോ ഇതിൽ പറയാമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം, എല്ലാം ഉള്ളത് തന്നെയാണ്. എല്ലാം നമ്മുടെ ഈ പറയുന്ന ദൈവിക ശക്തികളെല്ലാം തന്നെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാന്നുള്ളതാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമ ശിവായ.
വളരെയധികം നന്ദിയുണ്ട് ഭഗവാനെ. ഭഗവാനോട് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയണം. എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, പല പല കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ ഒരു ഇതിലേക്ക് ഭക്തിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും പറയാറില്ല. യഥാർത്ഥത്തിൽ ആരും എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ അവരാരും പറയാറില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. എനിക്ക് ഭഗവാന്റെ എപ്പോഴായാലും ശ്രീകൃഷ്ണന്റെ ആയാലും നാരായണന്റെ ആയാലും ശിവന്റെ ആയാലും ദേവിയുടെ ആയാലും എല്ലാവരുടെയും ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. അതെനിക്ക് പല സ്ഥലത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ആ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് എപ്പോഴും കൂടെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഞാൻ ക്ഷേത്രങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഭിക്ഷ യാചിച്ച് നടന്നിട്ടുണ്ട് കുറച്ച് നാൾ മുന്നേ, വീടുകളോറും കയറിയൊക്കെ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് വൈബ്രേഷൻസ്, ഒരുപാട് എനിക്ക് ആ ഫീലിങ്സ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ എന്നുവെച്ചാൽ നിങ്ങളത് ആ ഭക്തിയിലേക്ക് ഇറങ്ങി വരണം. മനസ്സിലായ? ഭക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ ആ പൂർണ്ണത നമുക്ക് കിട്ടുന്ന ആ സമയത്താണ്. അപ്പൊ അത് എന്ന് പറയുന്നത് വളരെ നമ്മുടെ പവർഫുൾനെസ്, നമുക്ക് അത്രയും സ്വാത്വിക, അത്രയും നമുക്ക് ഓരോരോ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലെന്ന് നോക്കാട്ടോ. ബിബിൻ, ലിയോദാസ്, ശ്രീലാൽ, മിഥുൻ മാത്യു, സെൽവിൻ, മീന, അപർണ, യദു കൃഷ്ണ, ശ്രീരൂപ് പിള്ളൈ, ആസം, ശരത് കൃഷ്ണ, ദെറ്റു നൈറ്റ്, രാജു, തങ്കേശ്വരം, ഡാലിയ ജോസഫ്, ബിനു. ഹരഹര മഹാദേവ ശംഭു മഹാദേവ. ഇത്രയും പേരാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ശിവപുരാണം വായിക്കുമ്പോൾ കുറച്ച് സ്പീഡിലാണ് ഞാൻ വായിച്ചു പോകുന്നത്. ഈ അച്ചടി ഭാഷയിൽ തന്നെ ആയതുകൊണ്ടാണ് വായിച്ചു പോകുന്നത്. എനിക്ക് അങ്ങനെ വലിയ രീതിയിലൊന്നും ഇങ്ങനെ പഠിപ്പിച്ചു തരാനുള്ള ഇതൊന്നും ഇല്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ RKSP വ്ളോഗാണ്. അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണം. FBയിലും ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ FBയിലും കൂടെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും FBയിലുള്ളവരും കൂടെ ഒന്ന് ഇൻസ്റ്റഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറേ പേരിലേക്ക് എത്തട്ടെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ, കുറേ പേരിലേക്ക് എത്തി അവർ കുറേ പേരെങ്കിലും മനസ്സിലാക്കട്ടെ. കുറേ പേരെങ്കിലും ആ ഒരു മനസ്സിനൊരു നന്മയുണ്ടായ അവർ നന്മയിലേക്ക് വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഭാഗം 60 ശിവയോഗി മഹാത്മ്യം എന്നുള്ള ഭാഗമാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമഃ ശിവായ.